ഹായ് എവരി വൺ. ഇപ്പോൾ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ചാപ്റ്റർ അറിയുന്ന ആൾക്കാർ ഇത് വീഡിയോ കാണണമെന്നില്ല. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ബേസിസിൽ ഞാൻ ഇന്ന് ഒരുപാട് റൂൾസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇന്ന് 9 റൂൾസ് ഞാൻ ആകെ പഠിപ്പിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഓടിച്ചു വിട്ട് തീർക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മെല്ലെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരിക്കൽ കൂടി ഈ സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ രീതിയിൽ ഞാനിത് കവർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിച്ചാൽ മതി. ഈ പഠിപ്പിക്കുന്ന റൂൾസിൻ്റെ ബേസിസിൽ നാളെ കൃത്യം 11 മണിക്ക് ഞാനൊരു എക്സാം ഇടും. ഒരു PDF ഞാൻ ഷെയർ ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും അതിന് തരാൻ പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറയും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും മാർക്ക് അതിനുണ്ടാവണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്താ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് നോക്കാം. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ ആ ടേമിൽ തന്നെ ഉണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അതായത് ഒരു സെന്റൻസിൽ സ്ട്രക്ചറിൽ നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും. അപ്പൊ ആ പെർട്ടിക്കുലർ സെന്റൻസിൽ സബ്ജക്റ്റുമായിട്ട് അതിലെ വെർബ് എഗ്രി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ വെർബ് എന്ന് പറയുന്ന സാധനം സബ്ജക്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ വെർബ് സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യണം. അതായത് ഒബ്ജക്റ്റിനെ പറ്റി നമ്മളോട് എവിടെയും പറയില്ല. വെർബ് സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യണം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ ഒരു പെർട്ടിക്കുലർ സെന്റൻസിലെ ഹീറോ, അല്ലെങ്കിൽ ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുക. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തി എന്താണോ അതിനെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുക. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ് രാം കിൽഡ് രാവണ. രാം കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ രാം എന്ന് പറയുന്ന ആളാണ് ഇതിലെ സബ്ജക്റ്റ്. കിൽഡ് എന്ന് പറയുന്നതാണ് അയാൾ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അയാൾ ചെയ്ത ആക്ഷൻ. ആരെ? രാവണ. പക്ഷെ നമുക്കിവിടെ എന്ത് വേണ്ട? നമുക്കിവിടെ അത് വേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് സബ്ജക്ട് എന്താണ്, വെർബ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് കേട്ടോ, ക്രിയ. ശരി. ഇനി സബ്ജക്റ്റും വെർബും എഗ്രി ചെയ്യണം എന്ന് പറയുമ്പോൾ വെർബ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഈ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ദ നമ്പർ ആൻഡ് പേഴ്സൺ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ആൻഡ് പേഴ്സൺ ഓഫ് ദ സബ്ജക്ട്. അതായത് സബ്ജക്ട് എന്താണോ, അതായത് ആക്ഷൻ ആരാണോ ചെയ്യുന്നത്, അയാൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഉള്ളതിനനുസരിച്ചിട്ടായിരിക്കും വെർബും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, അതായത് ആ പ്രവൃത്തി ചെയ്യുന്ന ആള് സിംഗുലർ ആണെങ്കിൽ ആ വെർബും എന്തായിരിക്കണം? ആ വെർബും സിംഗുലർ ആയിരിക്കണം. ഇതാണ് ജനറൽ ആയിട്ടുള്ള കേസ്. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ യൂണിവേഴ്സലി ഉള്ള കാര്യം ഇതാണ്. ശരി. അപ്പൊ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമൻ. അമൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്ലിയർലി ഷോസ് ഇറ്റ്സ് എ ബോയ്. അപ്പൊ ആ ബോയ് ഒരു സിംഗുലർ ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് റീഡ്സ് എ നോവൽ എന്ന് വന്നത്. റീഡ്സ് എ നോവൽ എന്ന് പറഞ്ഞത്. അപ്പം ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അതുകൊണ്ട് റീഡ്സ് എന്ന് വന്നത് എന്തുകൊണ്ടാണ് റീഡ് അല്ലാത്തത്. അതാണ് നമ്മൾ പറയുന്നത്. ഈ നൗണും വെർബും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നൗണിന്റെ കൂടെ SO ESO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പ്ലൂറൽ ആയി മാറും. നൗണിന്റെ കൂടെ SO ESO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ട് മാറും. ഉദാഹരണത്തിന് ബോയ്. ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗുലർ നൗൺ ആണ്, ഒരു ആൺകുട്ടി. അതിന്റെ കൂടെ ഞാനൊരു എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്ത്? എസ് ആഡ് ചെയ്താ അതെന്തായി? അത് ബോയ്സ് ആയി. ബോയ്സ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്. അപ്പൊ നൗൺ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ അല്ലെ. നൗൺ എന്ന് പറയുന്നത് ബോയ്, സിംഗുലർ. അതിനോട് എസ് ആഡ് ചെയ്തപ്പോ എന്തായി? പ്ലൂറൽ ആയി. ഇനി ശരി, ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? ട്രീ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനാണ് ട്രീ എന്ന് പറയാ. അതിന്റെ കൂടെ ഞാൻ ഒരു എസ് ആഡ് ചെയ്ത് എന്തായിട്ട് മാറിയത്? എസ് ആഡ് ചെയ്ത് അത് എന്തായി? അത് പ്ലൂറൽ ആയിട്ട് മാറി. അപ്പൊ ഇത് നൗണിന്റെ കേസാണ്. നൗണിന്റെ കേസിൽ ഇതുപോലെയാണ്. എന്ത്? SO ESO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SO ESO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് പ്ലൂറൽ ആയിട്ട് മാറും. പക്ഷെ വെർബിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? ഗീത എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. ഡ്രിങ്ക്സ് കോഫിയാണ്. ഗീത ഡ്രിങ്ക്സ് കോഫിയാണ്. അപ്പോ അവിടെ ഇവിടത്തെ വെർബ് എന്താണ്? ഇവിടത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രിങ്ക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. അത് ഗീത എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഗീത സിംഗുലർ ആണ്, ആയതുകൊണ്ട് ഡ്രിങ്ക്സ് എന്ന് പറയുന്നതും സിംഗുലർ ആണ്. ശരി, നമുക്കിനി സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക? എടാ, നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നിന്ന് നമുക്ക് ആകെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഹാവ്, ഹാസ്. എന്താണ്? ഇതിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. അതായത് ആം, ഈസ്, ആർ. ഞാൻ അടുത്ത പേജിൽ ഞാനത് പറയാം, അടുത്ത സ്ക്രീനിൽ ഞാൻ പറയാം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഹാസ്, ഹാവ്. ഇതിന് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഹാസ്, ഹാവ്. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഹാസ്, ഹാവ്. ഇതാണ് എന്ത്? ഇതാണ്
ഇതാണ് ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സഹായക ക്രിയ എന്ന് മലയാളത്തിൽ പറയും. ഓക്സിലറി വെർബ് എന്നും ഇംഗ്ലീഷിൽ അതിന് മറ്റൊരു പേരുണ്ട്. അതാണ് ഹെൽപ്പിംഗ് വെർബ്സ്. അപ്പൊ നമുക്ക് ഈസ് തെരഞ്ഞെടുത്ത് പകരം വാസ് തരും, വാസ് തെരഞ്ഞെടുത്ത് പകരം ഈസ് തരും, ആറ് തെരഞ്ഞെടുത്ത് നമുക്ക് ആം തരും, ആം തെരഞ്ഞെടുത്ത് നമുക്ക് ഈസ് തരും. ഇങ്ങനെയാണ് നമുക്ക് മാറ്റി മാറ്റി തരിക. അപ്പൊ ആമീസ് ആർ വാസ് വർ ഡു ഡസിൽ മാറ്റം വരുത്തിയിട്ട് അവർ ചോദ്യം തരും. അല്ലെങ്കിൽ മെയിൻ വെർബിൽ, അപ്പൊ മെയിൻ വെർബിലാണ് മാറ്റം. അതാണ് ഇവിടെ പറഞ്ഞത്. അമൻ റീഡ്സ് എ നോവൽ എന്ന് പറയുന്നതിന് പകരം അമൻ റീഡ് എ നോവൽ, അമൻ റീഡ് എ നോവൽ. പക്ഷെ ഈ അമൻ റീഡ് എ നോവൽ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം റീഡ് എന്നുള്ളത് റെഡ് എന്ന് വായിക്കാം. ഞാൻ അമൻ റീഡ്സ് എ നോവൽ ഞാൻ എടുക്കുന്നില്ല, ആ കേസ് എടുക്കുന്നില്ല. ആ കേസിൽ രണ്ടർത്ഥം വരും. ഗീത ഡ്രിങ്ക് കോഫി, ഗീത ഡ്രിങ്ക് കോഫി, ഗീത ഡ്രിങ്ക് കോഫി എന്ന് പറയുന്ന സെന്റൻസ് തെറ്റാണ്. എന്തുകൊണ്ടാ? ഗീത എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്, അതിന്റെ സിംഗുലർ എന്താണ്? ഡ്രിങ്ക്സ് ആണ്. അപ്പൊ അതിലൂടെ എസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. മനസ്സിലായോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അടുത്ത എന്താ? സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. അവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അതായത് അത് പ്ലൂറൽ ആണ്. അപ്പൊ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ദേ വാസ് വാച്ചിങ് എന്ന് പറയാൻ പാടില്ല. കാരണം വാസ് എന്താ? ആം ഈസ് വാസ് ഹാസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ സിംഗുലർ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. അത് ഞാൻ അഗെയിൻ അടുത്ത സ്ക്രീനിൽ ഞാനത് പറയും. ഇവിടെ ദേ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അതുകൊണ്ട് വേർ എന്തായി? വേറെ പ്ലൂറൽ ആയി. വി എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ആയതുകൊണ്ട് അതിന്റെ കൂടെ വന്നത് എന്താണ്? വന്നത് ആറാണ്. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ, വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. അത് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. മനസ്സിലായോ? ഇതാണ് ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ സബ്ജക്റ്റും വെർബ് എഗ്രി ചെയ്യണം എന്ന് പറയുന്ന കേസ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് സിംഗുലാരിറ്റി ആൻഡ് പ്ലൂരാലിറ്റി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, സബ്ജക്ട് അഗ്രീസ് വിത്ത് ദ നമ്പർ ആൻഡ് പേഴ്സൺ the verb agrees with the number and person of the subject എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് വേർബിന്റെ സിംഗുലാരിറ്റി അല്ലെങ്കിൽ പ്ലൂരാലിറ്റി? വേർബ് എങ്ങനെയാണ് സിംഗുലർ ആകുന്നത് അല്ലെങ്കിൽ പ്ലൂറൽ ആകുന്നത് എന്നാണ് നമ്മളിവിടെ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ഒരു വിഭാഗം വെർബുകളുണ്ട്. അതിന് നമ്മൾ മലയാളത്തിൽ സഹായക ക്രിയകൾ എന്ന് പറയും. സഹായക ക്രിയ എന്ന് പറഞ്ഞാൽ ആ വേർഡ് പറയുന്ന പോലെ തന്നെ ഹെൽപ്പ് ചെയ്യാണ്, സഹായിക്കുകയാണ്, ആ സെന്റൻസിനെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ശരി, അതില് ആം ഈസ്, ഞാൻ എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ആം ഈസ് ആർ വാസ് വർ ഡു ഡസ് ഹാസ് ഹാവ്. അതിന് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ. ആ പറയുന്നതില് ആം ഈസ് ഡസ് വാസ് ഹാസ് ഇതെന്താണ്? ഇത് സിംഗുലർ വെർബ്സ് ആണ്. സിംഗുലർ വെർബ്സ് ആണെന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു പെർട്ടിക്കുലർ ഒരു സിംഗിൾ സാധനത്തിനെ പറ്റിയോ പറയുമ്പോൾ മാത്രമേ നമ്മൾ ആമിനെയും ഈസിനെയും ഡസിനെയും വാസിനെയും ഹാസിനെയും ഒക്കെ ഉപയോഗിക്കുള്ളൂ. ഹി ഹാസ് എ പെൻ, ഹി ഹാസ് എ പെൻ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഹി ഹാസ് എ പെൻ എന്ന് പറയുമ്പോ, ഹി ഹാസ് എ പെൻ എന്ന് പറയുമ്പോ ഇവിടെ എന്താ? ഹി എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ ആണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഹാസ് യൂസ് ചെയ്തു. ഐ ആം എ ബോയ്, ഐ ആം എ ബോയ്, ഐ ആം എ ബോയ് എന്ന് പറയുമ്പോൾ ഐ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ യൂസ് ചെയ്തത് എന്താണ്? സിംഗുലർ ആണ്. ഇനി ഷീ ഈസ് പ്രിട്ടി, ഷീ ഈസ് പ്രിട്ടി, ഷീ ഈസ് പ്രിട്ടി പറയുമ്പോ, ഷീ ഈസ് പ്രിട്ടി അല്ലെങ്കിൽ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഷീ എന്താണ്? ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ വന്ന വെർബ് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബാണ്. ഓക്കെ, ഹി വാസ് ഗോയിങ്, ഹി വാസ് ഗോയിങ്, ഹി വാസ് ഗോയിങ് എന്ന് പറയുമ്പോൾ ഹി എന്താണ്? സിംഗുലർ ആണ്. ഹി സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്താണ്? സിംഗുലർ ആണ്. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് തുടങ്ങുന്നത് കേട്ടോ. ശരി, അപ്പൊ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്താണ്? ആം ഈസ് ഡസ്, he does his homework perfectly. He എന്താണ്? He does his homework. He does his homework. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ളതായതുകൊണ്ട് എഴുതാനൊക്കെ കുറച്ച് വൃത്തികേടായിട്ട് എഴുതുള്ളൂ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. ശരി, he does his homework. അപ്പൊ he എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ ആണ്. ഡസ് എന്താ? ഡസ് സിംഗുലർ ആണ്. അതുകൊണ്ട് he does his ഹോംവർക്ക് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ? അതാണ് അപ്പൊ സിംഗുലർ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്തത് ആറ്, ഡു, വേർ, ഹാവ്. ആറ്, ഡു, വേർ, ഹാവ്. ആറ്, ഡു, വേർ, ഹാവ്. അതായത് ദേ ആർ റിച്ച്, ദേ ആർ റിച്ച്.
ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, ദേ എന്ന് പറഞ്ഞാൽ അവർ, അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ എന്ത് വന്നു? ആർ വന്നു. അതുകൊണ്ടാണ് എന്തിവിടെ വരാത്തത്? ദേ ഈസ് റിച്ച് എന്ന് വരാത്തതിന്റെ കാരണം എന്താ? ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. അത് എവിടെ യൂസ് ചെയ്യുള്ളൂ? സിംഗുലർ ആയിട്ടുള്ള നൗണോ അല്ലെങ്കിൽ പ്രൊനൗണിന്റെ കൂടെ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. ദേ ആർ റിച്ച് എന്നാണ് ശരിയായിട്ട് നമ്മൾ പറയാ. ഇനി ആ പിന്നെ ദേ ഡു നോട്ട് ഓൺ എ കാർ, ദേ ഡു നോട്ട് ഓൺ എ കാർ. അപ്പൊ കണ്ടോ, ഡു എന്തിന്റെ കൂടെയാ വന്നേ? ഡു എന്തിന്റെ കൂടെ വന്നേ? ദേ കഴിഞ്ഞു. അതായത് ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു എന്താണ്? പ്രൊനൗൺ ആണ്. അതുകൊണ്ട് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ പ്രൊനൗൺ ഒന്നും പറയണ്ട. അതിന്റെ കൂടെ എന്ത് വന്നു? ഡു ആണ് വന്നത്. ഓക്കെ, അതായത് ഹി ഡു നോട്ട് ഹാവ് എ കാർ എന്ന് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ? ഹി ഡു നോട്ട് ഹാവ് എ കാർ, ഹി ഡു നോട്ട് ഹാവ് എ കാർ. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, തെറ്റാണ്. കാരണം എന്താ? ഇവിടെ ഇവിടെ ഡു എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ്. ഹി ഡസ് നോട്ട് ഹാവ് എ കാർ. ഇവിടെ ഹാവ് എന്ന് പറയുമ്പോൾ ഹെൽപ്പിംഗ് വെർബ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, പൊസഷൻ ആയിട്ടാണ്. അവന്റെ കയ്യിൽ ഇല്ല, അവന്റെ കയ്യിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹി എന്ന് പറഞ്ഞ സിംഗുലർ അല്ലേ, അതിന്റെ കൂടെ എങ്ങനെയാ ഹാവ് യൂസ് ചെയ്തത്? ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ അവന്റെ പൊസഷൻ, അവന്റെ കൈവശം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഹാവ് അല്ല, ഹെൽപ്പിംഗ് വെർബ് അല്ല. ഇവിടുത്തെ ഹാവ് മെയിൻ വെർബാണ്. മെയിൻ വെർബ് കൈവശം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? ഹാവ്. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് ഡു ആണ്, അത് തെറ്റാണ്. അപ്പൊ ഹി ഡസ് നോട്ട് ഹാവ് എ കാർ ആണ്, ഓൺ എ കാർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ശരി. ഇനി ഡിഡ്, ഹാഡ്, വി ടു ആൻഡ് മോഡൽസ്. ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡ് എന്ന് പറഞ്ഞാൽ ഡു, ഡസ്, ഡിഡ് കേട്ടിട്ടില്ലേ? ഡു എന്ന് പറഞ്ഞാൽ എന്താ? ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലൂറലിന്റെ കൂടെ എന്ന് പറഞ്ഞു. ഡസ് എന്ന് പറഞ്ഞാൽ സിംഗുലറിന്റെ കൂടെ. ഡിഡ് എന്ന് പറഞ്ഞാലോ, ഡിഡിന് സിംഗുലറിൽ പ്ലൂറൽ ഫോം ഒന്നുമില്ല. ഡിഡിന് സിംഗുലറും പ്ലൂറലും ഒന്നുമില്ല. അതായത് ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്. കറക്റ്റ് ആണ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനൂടെ ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്. ഞാൻ എല്ലാം എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ കേട്ടാൽ മതി. ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ദേ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്, അതും കറക്റ്റ് അല്ലേ? ദേ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്കും ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്കും കറക്റ്റ് ആണ്. അതായത് അർത്ഥം എന്താ? അർത്ഥം ഡിഡിന് എന്തില്ല? സിംഗുലറോ അല്ലെങ്കിൽ പ്ലൂറലോ ഇല്ല. അതുപോലെ ഹാഡിന് ഐ ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം, ഐ ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം. ദേ ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം. രണ്ടും എന്താണ്? രണ്ടും ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം തന്നെയാണ്. ഇനി വി ടു വരുമ്പോ വി ടു എന്ന് പറഞ്ഞാൽ എന്താ? വെർബിന്റെ സെക്കൻഡ് ഫോം. അതായത് പാസ്റ്റിൽ നമ്മൾ പറയുന്നതിനാണ് വി ടു എന്ന് പറയുക. അതായത് ഉദാഹരണത്തിന് സി എന്ന് പറഞ്ഞാൽ V1 ആണ്, വെർബ് 1 C1 V1 എന്ന് നമ്മൾ എന്ന് പറയാ. അതിന്റെ പാസ്റ്റ് ആകുമ്പോ സോ എന്നാ പറയണത്. അതിനെയാണ് എന്ത് പറയുന്നത്? സോ. ഐ സോ എ കാർ, അപ്പൊ അതെന്താണ്? അത് സി എന്ന് പറയുന്ന വെർബ്, സി എന്ന് പറയാ കാണുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ലേ? കാണുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ അല്ലേ? അപ്പൊ ആ സി എന്ന് പറയുന്ന വെർബിന്റെ സി എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം ആണ് സോ. അപ്പോ ഐ സോ എ കാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐക്ക് പകരം ദേ ആവുമ്പോ അവിടെ എന്താകും? സോ ആയിട്ട് തന്നെ നിൽക്കില്ലേ? സോ മാറുവോ? ദേ സോ എ കാർ എന്നല്ല, ദേ സി എ കാർ എന്നാവോ? ഇല്ല. അപ്പോഴും തന്നെയാ അത് ദേ സോ എ കാർ എന്ന് തന്നെയായിട്ട് നിൽക്കും കേട്ടോ. അതിന്റെ കാരണം എന്താ? കാരണം സോ എന്ന് പറഞ്ഞാൽ V2 ആണ്, അത് സിംഗുലറിലും പ്ലൂറലിലും മാറില്ല കേട്ടോ. ഈ ഉദാഹരണം നോക്കിക്കേ. ഐ വെന്റ് ദർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ വെന്റ് ദർ. ഗോ എന്ന് പറയുന്നതിന്റെ V2 ആണെന്ത്? വെന്റ്. കണ്ടോ? ഐ വെന്റ് ദർ, ദേ വെന്റ് ടു ദ മാർക്കറ്റ്. അപ്പൊ എന്താ കാണിക്കുന്നത്? രണ്ട് കേസിലും ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാ? വെന്റിനെയാണ്. മനസ്സിലായോ? മറക്കരുത്. V2 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? വെർബിന്റെ സെക്കൻഡ് ഫോം. അതിന് സിംഗുലറും പ്ലൂറലും ഇല്ല. ഐ വിൽ ഡു ഇറ്റ്. വിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിൽ എന്ന് പറഞ്ഞാൽ ഒരു മൊഡലാണ്. വില്ല് ഷാല് അല്ലേ? ശരി, ഒരു മൊഡലാണ്. അത് എന്താണ്? ഐ വിൽ ഡു ഇറ്റ്. അതിന് സിംഗുലറും ഇല്ല, അതിന് പ്ലൂറലും ഇല്ല. വി വിൽ ഡു ഇറ്റ് ടുഗദർ. കണ്ടോ? അപ്പൊ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? ഐ ആയിരുന്നു, അതിന്റെ കൂടെയും വില്ല് വന്നു. രണ്ടാമത്തെ കേസിൽ വി ആയിരുന്നു, അതിന്റെ കൂടെയും വില്ല് വന്നു. അപ്പൊ മനസ്സിലായല്ലോ? ഓക്സിലറി ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഹാവ്, ഹാഡ്. ഇതൊക്കെ ഓക്സിലറി വെർബാണ്. അതില് ആം, ഈസ്, ഡസ്, വാസ്, ഹാസ് ഇതാണ് സിംഗുലർ വെർബ്സ്. ആർ, ഡു, വേർ, ഹാവ് ഇതാണ് പ്ലൂറൽ വെർബ്സ്. ഡിഡ്, ഹാഡ്, V2 മോഡൽസ് ഇതിനും സിംഗുലർ പ്ലൂറാലിറ്റി ഇല്ല. ക്ലിയർ ആയോ? ശരി.
അടുത്തതാണ് മെയിൻ വെർബ്. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ പ്രധാന ആക്ഷൻ. അതായത് രാം കിൽഡ് രാവണ. എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ മെയിൻ ആക്ഷൻ എന്താ? കൊല ചെയ്തു, അല്ലെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ വധിച്ചു എന്നുള്ള കിൽഡ് ആണ് അവിടുത്തെ മെയിൻ വെർബ് അല്ലെങ്കിൽ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത്. അതിനാണ് മെയിൻ വെർബ് എന്ന് പറയാം. അപ്പൊ ആ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എനി വെർബ് ഇൻ ഇറ്റ്സ് ബേസിക് ഫോം എസ് പ്ലൂരൽ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നൗണിന്റെ കേസിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? നമ്മളതിനെ പ്ലൂരൽ ആക്കും. പക്ഷെ വെർബിന്റെ കേസിൽ ഏതൊരു വെർബും അതിന്റെ ബേസിക് ഫോമില് ഏത് ഫോമിലാണ് ഉള്ളത്? പ്ലൂരൽ ആണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. അതിന്റെ സിംഗുലർ എന്താണ്? ഈറ്റ്സ് ആണ്. കേട്ടോ, ഈറ്റ്സ് ആണ്. വാച്ച് ഏത് വാച്ച്? കൈ കെട്ടുന്ന വാച്ച് അല്ല. വാച്ച് എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ള അർത്ഥം. ദേ വാച്ച് ടെലിവിഷൻ. മനസ്സിലാവുണ്ടോ? ദേ വാച്ച് ടെലിവിഷൻ, ആ വാച്ച്. അപ്പൊ വാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വാച്ച് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ ദേ വാച്ച് ടെലിവിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ വാച്ചിനെ എങ്ങനെ ഞാൻ സിംഗുലർ ആക്കുക? ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? വി മേക്ക് ഇറ്റ് സിംഗുലർ. ഏതിനെ? വെർബിനെ പറ്റി സംസാരിക്കുന്നത്. വി മേക്ക് ഇറ്റ് സിംഗുലർ ബൈ ആഡിങ് എസ് ഓർ ഇ എസ്. എസിനെയോ ഇഎസിനെയോ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? നമ്മളതിനെ പ്ലൂറൽ ആക്കും. അതുകൊണ്ടാണ് പ്ലേന്റെ കൂടെ എസ് ആഡ് ചെയ്തപ്പോ പ്ലേസ്. അപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിനോട് ഉപയോഗിക്കും. വാച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാച്ചസ് എന്ന് പറയുമ്പോൾ സിംഗുലർ വെർബ് ആക്കി മാറ്റി നമ്മളതിനെ. എങ്ങനെ? എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ട്. വാച്ചസിന്റെ കേസിൽ നമ്മൾ ഇ എസ് ആഡ് ചെയ്തു. ഈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? എസ് ആഡ് ചെയ്തു. നമ്മൾ എസ് ആഡ് ചെയ്തിട്ട് അതിനെ സിംഗുലർ ആക്കി മാറ്റി. അല്ലെ? ശരി, സിംഗുലർ ആക്കി മാറ്റി. അപ്പോ ദേ ഈറ്റ് റൈസ്. ഷീ ഈറ്റ്സ് ചപ്പാത്തി. എന്താണ്? ദേ എന്ന് പറയുമ്പോ ദേ ഈറ്റ് റൈസ് ആൻഡ് ഷീ എന്ന് പറയുമ്പോ സിംഗുലർ. ദേ എന്ന് പറഞ്ഞപ്പോ പ്ലൂറൽ ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു അത്? ഞാൻ എഴുതുന്നില്ല കേട്ടോ, എഴുതാൻ മടിയായിട്ടല്ല, എഴുതാൻ എനിക്ക് സമയം എടുക്കും. ദേ ഈറ്റ് റൈസ്. പിന്നെയോ ഷീ ഈറ്റ്സ് ചപ്പാത്തി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ഈറ്റ്സ് എന്ന് വന്നപ്പോ എന്തായത്? സിംഗുലർ ആയി. കാരണം എന്താ? ഷീ ഈറ്റ്സ് ആണ്. കാരണം ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. പക്ഷെ ഞാനിവിടെ ഈറ്റിന് പകരം ഞാനിവിടെ എയ്റ്റ് എന്നാക്കിയത് തെറ്റാണോ? അല്ല, കറക്റ്റാ. കാരണം ഈ സെന്റൻസിൽ കറക്റ്റാ. ഷീ എയ്റ്റ് ചപ്പാത്തി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലായി എന്ന് മാത്രം. അവള് ജസ്റ്റ് നൗ അവൾ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഷീ എയ്റ്റ്സ് എന്ന് പറയോ? ഷീ എയ്റ്റ്സ് എന്ന് പറയില്ല കേട്ടാ. കാരണം എന്താ? നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് പറഞ്ഞു, എയ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ഫോം ആണ്. അതിന് എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്താക്കൂല? നമ്മൾ വേറെ ഒന്നും ആക്കൂല. എയ്റ്റ് എന്ന് പറയുന്നത് V2 ഫോമിലാണുള്ളത്. ക്ലിയർ ആയോ? അപ്പോ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്തിട്ട് ഒരു പ്ലൂരൽ വെർബിനെ നമ്മൾ സിംഗുലർ ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന പ്ലൂറൽ വെർബുകളുടെ സിംഗുലർ വെർബ് എന്താന്ന് പറഞ്ഞ്? ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ക്യാച്ച് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വെർബാണ്. അതെങ്ങനെ സിംഗുലർ ആക്കുക? ക്യാച്ചസ്. റൺ എന്ന് പറഞ്ഞാൽ എന്താ? റൺ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്. അതിന്റെ സിംഗുലർ ഫോം എന്തായിരിക്കും? റൺസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി, അടുത്ത ഞാൻ പറയാൻ പോകുന്നു, ശ്രദ്ധിക്കൂ. അടുത്തത് ഞാൻ റൂള് തുടങ്ങിയിട്ടില്ല കേട്ടോ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് മുഴുവൻ. ഐ ഇസ് എ സിംഗുലർ പ്രൊനൗൺ ബട്ട് ലീവിംഗ് ദ ബി ഫോം പ്ലൂറൽ വേർബ്സ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ഐ. കൺഫ്യൂഷൻ ആവണ്ട. ഐ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. പക്ഷെ ഐയുടെ കൂടെ ബി ഫോം ഇല്ലേ? അതായത് സിംഗുലർ ആയിട്ടുള്ള ബി ഫോം എന്ന് പറയുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, അതാണ് ബി ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഐന്റെ കൂടെ നമ്മൾ ആമും വാസും ഐ ആം എ ബോയ് എന്ന് പറഞ്ഞില്ലേ? ഐ വാസ് ഗോയിങ് ദർ. ഐ വാസ് വെരി റിച്ച്. ഐ ആം വെരി ഗുഡ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ റൈറ്റ് നൗ. ഐ വാസ് എ സ്റ്റുഡിയസ് സ്റ്റുഡന്റ്. ഐ വാസ് ഹാപ്പി. ഐ ആം ഹാപ്പി. കണ്ടോ? ഇതിന്റെ ഒക്കെ കൂടെ ഐന്റെ കൂടെ ആമിനെയും വാസിനെയും നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ വേറെ മെയിൻ വെർബുകൾ ഏതൊക്കെയാ? മെയിൻ വെർബ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്താണോ പ്രധാന ക്രിയ അതിനെയാണ് മെയിൻ വെർബ് എന്ന് പറയും. ഇപ്പൊ പറഞ്ഞ ആമും വാസൊക്കെ എന്താണ്? ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. പ്ലൂറൽ വെർബ്സ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ഐ. ഐന്റെ കൂടെ എന്താ യൂസ് ചെയ്യുള്ളൂ? അതിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുള്ളൂ. നോക്ക്, ഐ ലവ് മൈ കൺട്രി. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, ഒരു ആക്ഷൻ ആണ്, ഒരു ക്രിയയാണ്, ഒരു വേർബ് ആണ്, ഒരു മെയിൻ വെർബാണ്. ഐ ലവ്സ് മൈ കൺട്രി എന്ന് പറയില്ല.
വൈ? അതിന്റെ കാരണം ലവ് എന്ന് പറയുന്ന വെർബിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന സബ്ജക്ട് ഐ ആണ്. ഐ ആണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അത് ഷീ ആയിരുന്നെങ്കിൽ, ഇപ്പൊ നോക്കൂ, ഐ സിംഗുലർ അല്ലേ, അതേപോലെയുള്ള മറ്റൊരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട് ഷീ ആയിരുന്നെങ്കിൽ ഷീ ലവ് ഹർ കൺട്രി കറക്റ്റ് ആണോ? ഷീ ലവ് ഹർ കൺട്രി കറക്റ്റ് ആണോ? ഷീ ലവ് ഹർ കൺട്രി കറക്റ്റ് ആണോ? അല്ല. എന്താ കാരണം? അല്ല. ഷീ ലവ് ഹർ കൺട്രി തെറ്റാണ്. കാരണം എന്താ? ഷീ എന്ന് പറയുന്ന നൗണ് സിംഗുലർ ആണ്. അതുകൊണ്ട് ലവ് എന്ന് പറയുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ബിക്കോസ് ദ വെർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട്. ഷീ ലവ്സ് ഹർ കൺട്രി. ബട്ട് ഐയുടെ കേസിൽ മാത്രം, ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ ഇൻ ദിസ് കേസസ്, ഐയുടെ കേസിൽ മാത്രം എന്താണ്? I love my country. I love my country. I love my country. I like poppy. I like poppy. Okay, ശരി. poppy umbrella. പോപ്പി കൂടാ. ശരി, വേറെ ഒന്നും വരുന്നില്ലടോ, പെട്ടെന്ന് ഇത് ഓർത്തോർത്ത് പറയണതാ. ഓക്കെ, ശരി. then I wish, വേണ്ട, അത് മതി, മനസ്സിലായല്ലോ, പെട്ടെന്ന് കിട്ടുന്നില്ല. ഐ whatever, ഐന്റെ കൂടെ എന്ത് മെയിൻ വെർബ് വന്നാലും അതെന്തായിരിക്കും? ഐന്റെ കൂടെ എന്ത് മെയിൻ വെർബ് വന്നാലും അത് എന്തായിരിക്കും? അത് പ്ലൂറൽ ആയിരിക്കും. അതൊരിക്കലും സിംഗുലർ ആയിരിക്കില്ല. നോക്ക്, ഐ ഡ്രിങ്ക് മിൽക്ക് എവറി ഡേ. ഹി അതൊന്ന് പറഞ്ഞേ. ഹി ഡ്രിങ്ക്സ് മിൽക്ക്, ഇങ്ങനെയല്ലേ പറയാ? ഹി ഡ്രിങ്ക്സ് മിൽക്ക് എവറി ഡേ. അത് ഐ ആയപ്പോഴോ? ഐ ഡ്രിങ്ക് മിൽക്ക് എവറി ഡേ. ദെൻ ഐ വാസ് റീഡിങ് വെൻ മൈ ഫാദർ കെയിം. ഐ വാസ് റീഡിങ്, അച്ഛൻ വരുമ്പോ വായിക്കൂലേ? ഐ വാസ് റീഡിങ് വെൻ മൈ ഫാദർ കെയിം. ഐ വാസ് റീഡിങ്, കണ്ട, അതിന്റെ കൂടെ യൂസ് ചെയ്തത് എന്താ? അതിന്റെ കൂടെ ഇവിടെ വാസാ യൂസ് ചെയ്ത്. അപ്പൊ ഹെൽപ്പിംഗ് വെർബ്, അതിന്റെ കൂടെയുള്ള ഹെൽപ്പിംഗ് വെർബ് വാസും ആമും, അത് സിംഗുലർ ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും. എപ്പോഴും ഓർത്ത് വെക്കണം, ഈ ഐ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊനൗൺ ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഐന്റെ കൂടെ ആമിന്റെ യൂസേജ് നമ്മൾ പലപ്പോഴും മറന്നുപോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഐന്റെ കൂടെ എപ്പോഴും വരിക, അത് പ്രസന്റിലാണെങ്കിൽ ആം ആണ് വരിക, പാസ്റ്റിലാണെങ്കിൽ വാസ് ആണ് വരിക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, കേട്ടോ. മനസ്സിലായല്ലോ? ഐനെ പറ്റി മനസ്സിലായല്ലോ? ഐന്റെ കൂടെ ആമും വാസും ആണ് എപ്പോഴും ഉപയോഗിക്കുക. പക്ഷെ അല്ലാത്ത വെർബുകൾ എല്ലാം തന്നെ എന്തായിരിക്കും? അല്ലാത്ത വെർബ് എല്ലാം തന്നെ എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ഇനി റൂളിലേക്ക് പോവാം. ആദ്യത്തെ റൂള്, ഇഫ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ജനറൽ ആയിട്ടുള്ള റൂള് നമ്മളിപ്പോ പഠിച്ചു. എന്താണ്? അജിൻ ഈസ് എ ഗുഡ് സിംഗർ. അപ്പൊ എന്താ ഇവിടെ? അജിൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബിനെ ഞാൻ അവിടെ യൂസ് ചെയ്തു. ഇവിടെ ഹെൽപ്പിംഗ് വെർബാണ്. എ ടോയ് വാസ് പർച്ചേസ്ഡ്. വാട്ട് വാസ് പർച്ചേസ്ഡ്? എ ടോയ്. എ ടോയ് എന്ന് പറഞ്ഞാൽ എന്താ? എ ടോയ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കണം, കേട്ടോ. ഇതിനൊന്നും PDF ഒന്നും ഞാൻ തരില്ല, എഴുതി പഠിക്കും. ടോയ് വാസ് പർച്ചേസ്ഡ്. ടോയ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ ആണ്. അപ്പൊ അതിനൂടെ വാസ് ഞാൻ യൂസ് ചെയ്തു. അതാണ് ആദ്യത്തെ റൂള്. റൂളുകൾ പറഞ്ഞു പോകുമ്പോൾ എളുപ്പത്തിൽ പോകും കേട്ടോ. അടുത്ത റൂള്, യൂസേജ് ഓഫ് ആൻഡ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടന്റ്. ആൻഡിന്റെ യൂസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ടു സിംഗുലർ നൗൺസ് ആർ കണക്റ്റഡ് ബൈ ആൻഡ്, എപ്പോഴാണ് നമ്മൾ ആൻഡിനെ യൂസ് ചെയ്യുക? ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്. രണ്ട് സാധനങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻഡിനെ ഉപയോഗിക്കുക. വെൻ ടു സിംഗുലർ നൗൺസ് ആർ കണക്റ്റഡ് ബൈ ആൻഡ്, വെർബ് യൂസ്ഡ്, എന്താണ്? വെർബ് യൂസ്ഡ് എന്തായിരിക്കും? എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. രണ്ട് സിംഗുലർ നൗൺസിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ, വെർബ് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. കാരണം അവിടെ രണ്ടാൾക്കാരുണ്ട്. അപ്പൊ ആദ്യത്തെ കേസ് നോക്കിക്കേ. ആദ്യത്തത് രാം ആൻഡ് രാവൺ വാസ് എനിമീസ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്റെ കൂടെ പറയണം കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോ തെറ്റാണ്. എന്തുകൊണ്ടാ? രാം, നിങ്ങൾ എന്റെ കൂടെ പഠിക്കുന്നതായിരിക്കും, വെറുതെ ഓടിച്ചു വിടണം കേട്ടോ. രാം ആൻഡ് രാവൺ, രണ്ടാളായിക്കല്ലോ. രണ്ടാളായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്ത് വരാൻ പാടില്ല? വാസ് അല്ല വരേണ്ടത്. അതിന്റെ പ്ലൂറൽ ഫോമാ വരേണ്ടത്. എന്തുകൊണ്ടാണ് പാസ്റ്റ് പറയാൻ കാരണം? പാസ്റ്റിലുള്ള വാസിന്റെ പ്ലൂറൽ ആണ് വേർ. രാമും രാവണനും എനിമികളായിരുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഉത്തരം. എന്താ? രാം ആൻഡ് രാവൺ വേർ എനിമീസ്. കറക്റ്റ് അല്ലേ? രാം ആൻഡ് രാവൺ രണ്ടാൾക്കാർ, അതിന്റെ കൂടെ വേർ എനിമീസ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. അടുത്ത സെന്റൻസ് നോക്കിക്കേ. രാജു ആൻഡ് രാധ വേർ ഫ്രണ്ട്സ്. കറക്റ്റ് ആണോ? ശരിയാണോ തെറ്റാണോ? രാജു ആൻഡ് രാധ വേർ ഫ്രണ്ട്സ്. എന്താ?
അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാ രാജുവും രാധയും സുഹൃത്തുക്കളായിരുന്നു. രാജു ആൻഡ് രാധ രണ്ടാൾക്കാരായി കഴിഞ്ഞാൽ വെർബ് എന്തായിരിക്കണം? വെർബ് പ്ലൂറൽ ആയിരിക്കണം. പ്ലൂറൽ ആണ്. ഇതിനെ വേറെ രീതിയിലും കൂടെ നമുക്ക് പറയാം. രാജു ആൻഡ് രാധ ആർ ഫ്രണ്ട്സ്. ഇപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ടെൻസ് ആണ്. ടെൻസ് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്കിവിടെ രാജു ആൻഡ് രാധ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നതും രാജു ആൻഡ് രാധ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നതും ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന പാഠത്തിന് ഒരു പ്രസക്തിയില്ല. ഇവിടെ ആകെ നോക്കേണ്ടത് സബ്ജക്റ്റിലുമായിട്ട് വെർബ് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. എ ബോയ് ആൻഡ് എ ഗേൾ ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ മാത്സ് ഒളിമ്പിയാഡ്. എ ബോയ് ആൻഡ് എ ഗേൾ ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ മാത്സ് ഒളിമ്പിയാഡ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? സബ്ജക്ട് നോക്കുക. എന്താണ്? എ ബോയ്. കഴിഞ്ഞോ സബ്ജക്ട്? ഇല്ല. ആൻഡ് എ ഗേൾ. അപ്പോ ബോയ് എന്ന് പറഞ്ഞാലും ഗേൾ എന്ന് പറഞ്ഞാലും സിംഗുലർ നൗൺ ആണ്. അതിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും രണ്ട് സിംഗുലർ നൗൺസിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത വെർബ് എന്തായിരിക്കണം? വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഇത് തെറ്റാണ്. കാരണം എന്താ? ഹാസിന് പകരം അവിടെ എന്തായിരിക്കണം? ഹാവ് ബീൻ. എ ബോയ് ആൻഡ് എ ഗേൾ ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ മാത്സ് ഒളിമ്പിയാഡ് ആണ്. ശരി ഉത്തരം വരിക. അടുത്ത ഓപ്ഷൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. അമർ, അക്ബർ ആൻഡ് ആന്റണി. ഓക്കെ, അമർ, അക്ബർ ആൻഡ് ആന്റണി ഹാവ് ജോയിൻഡ് ദ കേരള പോലീസ്. അപ്പൊ ഇവിടെ എത്ര പേരാ? അമർ ഒരാള്, അക്ബർ വേറൊരാള്, ആന്റണി വേറൊരാള്. മൂന്നാൾക്കാരായില്ലേ ഇവിടെ. അവരെന്താ ചെയ്ത്? ഹാവ് ജോയിൻഡ് ദ കേരള പോലീസ്. ഓക്കെ, കറക്റ്റ് ആണ്. വെർബ് ഹാവ് അതെന്താണ്? തന്നിരിക്കുന്ന 3 എണ്ണം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരായി, പ്ലൂറൽ ആണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. വെർബ് സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട്. ഹാസ് ആയിരുന്നെങ്കിൽ അത് തെറ്റാകുമായിരുന്നു. മനസ്സിലായല്ലോ? രണ്ട് റൂളും ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ആൻഡിന്റെ ആദ്യത്തെ കേസ് ആയത് കേട്ടോ. അടുത്തത്, if two nouns are connected by and but they denote a single thing. What is it? They denote a single thing, or if they are both complement to each other. അപ്പൊ രണ്ട് നൗൺസിനെ പറയുമ്പോൾ ക്ലിയർ ആക്കി തരാം. രണ്ട് നൗൺസിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് രണ്ടും ഒരു സിംഗിൾ തിങ്ങിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരൊറ്റ സാധനത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിനോട്ട് സിംഗിൾ തിങ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കുക? ഒരു സിംഗുലർ വെർബിനെയാണ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. സിംഗുലർ വെർബിനെയാണ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കിക്കോ. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ മൈ ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ മൈ ഫേവറേറ്റ് ഫുഡ്. ഇത് തെറ്റാണ്. കാരണം ഓർത്ത് വെക്കേണ്ട ഒരു വേർഡാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എപ്പോഴെങ്കിലും ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നതെങ്കിൽ ഈസ് ആണ് എപ്പോഴും അതിന്റെ കൂടെ ചേർക്കേണ്ടത്. എന്താണ്? ഈസ് ആണ് ചേർക്കേണ്ടത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് റിയലി ഹെൽത്തി. ബ്രെഡ് ആൻഡ് ബട്ടർ is my favorite food. Bread and butter is good for your health. Bread and butter is given to you as your breakfast. Okay, അല്ലെങ്കിൽ was given to you as the breakfast. അങ്ങനെയൊക്കെ പറയാം. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് ഒരുമിച്ച് ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ. പക്ഷെ ഞാൻ അടുത്ത സെന്റൻസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ബ്രെഡ് ആൻഡ് ബട്ടർ were bought from the supermarket. ഇത് ശരിയാണോ തെറ്റാണോ? ബ്രെഡ് ആൻഡ് ബട്ടർ were bought from the supermarket. ഇത് വളരെയധികം ശരിയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ചോറും കറി എന്ന് പറയുന്ന പോലെയാ. ചോറും കറിയും എന്ന് പറയുന്ന പോലെയാണ്. ചോറും കറി എന്ന് പറഞ്ഞാൽ ചോറും കറി നല്ലതാ നമ്മൾ പറയില്ലേ? ചോറും കറി എപ്പോഴും പറയും. അതേപോലെയാണ് നമുക്ക് പരിചയമില്ലാത്തതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. നമുക്ക് ബ്രെഡും ജാമുമാണ്. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഒരുമിച്ച് പറയേണ്ട ഒരു വാക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്ന് പറയുമ്പോൾ ബ്രെഡും ബട്ടറും ഒരുമിച്ച് എടുത്തുകൊണ്ടെന്ന് നമ്മൾ പറയുമോ? ഒരുമിച്ച് ഒരിക്കലും പറയില്ല. ബ്രെഡ് നമ്മൾ മേടിച്ചു, ബട്ടർ നമ്മൾ മേടിച്ചു, രണ്ടും രണ്ടായിട്ടാണ് മേടിച്ചത്. അതുകൊണ്ടാണ് ബ്രെഡ് ആൻഡ് ബട്ടർ were bought from the supermarket എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, വാസ് ഗിവൺ ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടറിന്റെ കൂടെ ഈസ് ആണ് വരിക. അടുത്ത് നിങ്ങൾ കേട്ടൊരു വാക്കാണ്. എന്താണ്? സ്ലോ. ആമയും മുയലും പന്തയം വെച്ച കഥയിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. വിൻ ദ റേസ് ആണോ വിൻസ് ദ റേസ് ആണോ? സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പൊ നോക്കൂ, സ്ലോ ആൻഡ് സ്റ്റഡി രണ്ടിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് വെർബ് പ്ലൂറൽ ആയിരിക്കണം എന്ന് നമ്മളെ മനസ്സിലോട്ട് സ്വാഭാവികമായിട്ടും വരാം. പക്ഷേ അല്ല. സ്ലോ ആൻഡ് സ്റ്റഡി എപ്പോഴും ഒരുമിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിന്റെ കൂടെ വിൻസ് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതുപോലെ ക്രൗൺ ആൻഡ് ഗ്ലോറി എക്സിസ്റ്റ് ടുഗദർ.
ക്രൗൺ ആൻഡ് ഗ്ലോറി എക്സിസ്റ്റ് ടുഗദർ. ഇവിടെ എക്സിസ്റ്റിന് പകരം എക്സിസ്റ്റ് എന്നായിരുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം ക്രൗൺ ആൻഡ് ഗ്ലോറി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു രണ്ട് കോമ്പിനേഷൻ ആണ്. അതിന്റെ കൂടെ എക്സിസ്റ്റ് എന്ന് പറയാൻ പാടില്ല. എക്സസ് സിംഗുലർ ആണ്. കാരണം രണ്ടും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മീനിങ് തന്നെയാണ്. ദേ കോംപ്ലിമെന്റ് ഈച്ച് അതർ, ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, എന്റെ കൂടെ പറയണം. റൈസ് ആൻഡ് കറി ഡാഷ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. പറ, ഇവിടെ എന്താ ഞാൻ ചേർക്കണ്ടേ? റൈസ് ആൻഡ് കറി ഡാഷ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. യെസ്, വെരി ഗുഡ്. ഈസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. റൈസ് ആൻഡ് കറി ഈസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. അതുപോലെ ഓർത്ത് വെക്കേണ്ടതാണ് ഹോഴ്സ് ആൻഡ് carriage was tied to the nearby tree. Horse and carriage were tied to the nearby tree എന്ന് പറയില്ല, horse and carriage ഒരുമിച്ചാ പറയാ. അതുപോലെ hammer and sickle, ഇത് ചില അങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ്. പക്ഷെ നമുക്ക് ഇതെല്ലാം ഒന്നും വരില്ല. നമ്മൾ ആകെ ഓർത്ത് വെക്കേണ്ട സ്ലോ ആൻഡ് സ്റ്റഡി ഓർത്ത് വെക്കണം, ബ്രെഡ് ആൻഡ് ബട്ടർ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രൗൺ ആൻഡ് ഗ്ലോറി ചിലപ്പോൾ ചോദിച്ചേക്കാം. ഹോഴ്സ് ആൻഡ് കാരേജ്, ഹാമർ ആൻഡ് സിക്കിൾ ഒന്നും നമ്മളടുത്ത് ചോദിക്കില്ല. ക്ലിയർ ആയോ? അപ്പൊ ഈ വാക്കുകളൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് സിംഗുലർ ആണ് വെർബ് ഉണ്ടാവുക. പക്ഷെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം, അതിന്റെ മീനിങ്ങും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത റൂള്, when two or more than two nouns, റൂൾ അല്ല, ആൻഡിന്റെ തന്നെ കേസാ. when two or more than two nouns are connected by and, the verb depends on the determiners used, if any, along with the noun. എന്താ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാല്? ദ കോമൺ ആയിട്ടുള്ള ഡിറ്റർമിനേഴ്സ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ആർട്ടിക്കിൾ, എ ആൻഡ് ദ, എനെയും ആനിനെയും ദാനെയും അല്ലേ നമ്മൾ എന്ത് പറയാ, ആണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയാ. അതുപോലെ പൊസസീവ് അഡ്ജക്റ്റീവ്സിന് മൈ, യുവർ, ഹിസ്, ദേർസ്, ഹെർസ്. എ ആൻഡ് ദ നിങ്ങൾക്ക് അറിയാലോ. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ കാണിക്കുകയാണ്, ഓണർഷിപ്പ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശേഷണമാണല്ലോ. മൈ ബുക്ക്, എന്റെ പുസ്തകം. അപ്പൊ പുസ്തകത്തിന്റെ വിശേഷണമാണ് എന്റെ എന്നുള്ളത്. യുവർ ബ്രദർ, നിന്റെ സഹോദരൻ. അവിടെ ബ്രദർ എന്ന് പറയുന്ന ആ നൗണിന്റെ വിശേഷണമാണ് നിന്റെ എന്നുള്ളത്. അപ്പൊ പൊസഷൻ ആണ് കാണിക്കുന്നത്. പൊസഷൻ കാണിക്കുന്ന അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണമാണ്. ക്വാളിഫൈ ചെയ്യാൻ നൗണിനെ, ആ നൗണിന് കൂടുതൽ മീനിങ്, ക്വാളിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈ മൊബൈൽ ഫോൺ, എന്റെ മൊബൈൽ ഫോൺ ആണ്. വെറുതെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്റെ മൊബൈൽ ഫോൺ ആണ്. അപ്പൊ പൊസഷൻ കൊടുക്കുകയാണ്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവിന്റെ കേസിലും ആർട്ടിക്കിളും വരുന്ന കേസിൽ, കോമൺ ഡിറ്റർമിനേഴ്സ് വരുന്ന കേസിൽ ആൻഡ് വെച്ച് രണ്ടിൽ കൂടുതൽ നൗൺസിനെയോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൊസസീവ് അഡ്ജക്റ്റീവിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡിറ്റർമിനേഴ്സ് ആൻഡിനെയും കൂടി, എ ആൻഡ് ദായിനെയും കൂടി, ആർട്ടിക്കിളിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അതായത് എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇഫ് ദ ഡിറ്റർമിനർ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനറിൽ ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ പറയുന്നത്, ആദ്യത്തെ നൗണിന്റെ കൂടെ മാത്രമേ ഉള്ളൂ എങ്കിൽ then it implies that a single individual only. അപ്പൊ രണ്ട് നൗണിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ആദ്യത്തെ നൗണിന്റെ കൂടെ മാത്രമേ ഇതുള്ളൂ എങ്കിൽ എന്താണ്? ഒരൊറ്റ ഇൻഡിവിജ്വലിനെ കാണിക്കുന്നത്. അതുകൊണ്ട് വെർബ് എന്തായിരിക്കും? ഒറ്റ ഇൻഡിവിജ്വലിനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവിടെ ഉള്ളൂ. അപ്പൊ വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ് നോക്കിക്കേ, ദ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. അപ്പൊ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു നൗണിനെയും ഒരു സബ്ജക്റ്റിനെയും പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഡയറക്ടറിന്റെ മുമ്പ് മാത്രമാണ് എന്തുള്ളത്? ദ ഡിറ്റർമിനർ ഏതുള്ളത്? ദ ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ പറയണേ? ഡയറക്ടർ എന്ന് പറയുന്ന നൗണിനെയും പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ് ആൻഡ് വെച്ച്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ അവിടെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ അത് രണ്ടാൾക്കാരെ ആയിട്ടാണ് എടുക്കാറ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു ഡിറ്റർമിനർ ഉണ്ടെങ്കിൽ, ഒരു ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ആ ആർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ നൗണിന്റെ മുമ്പ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടും ഒരാളാണ്. അപ്പൊ ഡയറക്ടറും പ്രൊഡ്യൂസർ ആരാണ്? പൃഥ്വിരാജ് തന്നെയാ, രണ്ടും ഒരാൾ തന്നെയാ. അപ്പൊ എന്താ അവിടെ എന്താ വരേണ്ടത്? ഒരാൾ തന്നെയാണെങ്കിൽ വേറെ വരാൻ പാടുമോ? ഇല്ല. എന്താണ്? അത് തെറ്റാണ്. അവിടെ കറക്റ്റ് ആയിട്ട് എന്താവണം? അത് വാസ്. ദ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ വാസ് പ്രസന്റ് ഫോർ ദ ഫംഗ്ഷൻ. മനസ്സിലാവുണ്ടോ? അടുത്ത കേസ് നോക്കിക്കേ, എ പോയറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. അപ്പൊ പോയറ്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട്, പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു സബ്ജക്ട്, അതായത് രണ്ട് നൗണ്, അതിനെ കണക്ട് ചെയ്തത് ആൻഡ് വെച്ചിട്ട്. പക്ഷെ പോയറ്റിന് മുമ്പ് മാത്രമേ എ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ? രണ്ടും ഒരാളാണ്. അയാൾ പോയറ്റാണ്, അയാള് പൊളിറ്റീഷ്യനുമാണ്. സരോജിനി നായിഡു ഹാസ് കം ടു മീറ്റ് മൈ അങ്കിൾ. എന്റെ അങ്കിളിനെ കാണാൻ വന്നിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. കാരണം പോയറ്റും
എന്താ പോയറ്റും പൊളിറ്റീഷ്യനും ഒരാളാണ്. ഹാസ് കം ടു മീറ്റ് മൈ അങ്കിൾ, വളരെ ശരിയാണ്. ഹാസ് കം തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, കാരണം രണ്ടും ഒരാളാണ്. ഓക്കെ, അടുത്തത് മൈ ഫാദർ, എന്റെ അച്ഛൻ, ആൻഡ് ടീച്ചർ, എന്റെ അച്ഛനും അധ്യാപകനും ആർ ഗോയിങ് ടു റിട്ടയർ. നമ്മൾ മലയാളത്തിലോട്ട് അത് തർജ്ജമ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ നോക്കൂ, റൂള് പ്രകാരം മൈ ഫാദർ ആൻഡ് ടീച്ചർ, മൈ ഫാദർ ആൻഡ് ടീച്ചർ ആർ ഗോയിങ് ടു റിട്ടയർ. അപ്പൊ ഇവിടെ ഈ റൂള് പ്രകാരം മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഫാദറിന്റെ മുമ്പാണ് അവിടെ പൊസസീവ് അഡ്ജക്റ്റീവിന് ഉപയോഗിച്ചിട്ടുള്ളത്, ടീച്ചറിന്റെ മുമ്പ് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? എന്റെ അച്ഛനും ടീച്ചറും ഒരാൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആർ ഗോയിങ് ടു റിട്ടയർ എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. എന്തായിരിക്കും ശരിയായിട്ടുള്ള യൂസേജ്? ഈസ് ഗോയിങ് ടു റിട്ടയർ ആണ്. ഈസ് ഗോയിങ് ടു റിട്ടയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരാം. മനസ്സിലായോ? മൈ ഫാദർ ആൻഡ് ടീച്ചർ ഈസ് ഗോയിങ് ടു റിട്ടയർ ആണ് ശരി. അപ്പം ചില ആൾക്കാർക്കെങ്കിലും ഒരു ഡൗട്ട് വരാം, മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? അല്ലെങ്കിൽ നമുക്ക് സ്പോർട്ടിംഗ് എറർ ആണല്ലോ വരുന്നത്. ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ എന്ന് ഒരു സംശയം വന്നേക്കാം. കാരണം ആർ ഗോയിങ് എന്ന് പറയുമ്പോൾ ഇവിടെ തിരുത്തുന്നതിന് പകരം ഇവിടെ നമുക്ക് സ്ലാഷ് അല്ലേ ഉണ്ടാവുക. അപ്പോ ഇവിടെ ഒരു സ്ലാഷ് ഉണ്ടാവും, ഇവിടെ ഒരു സ്ലാഷ് ഉണ്ടാവും, ഇവിടെ ഒരു സ്ലാഷ് ഉണ്ടാവും. അപ്പോ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈസ് ഗോയിങ് ആണെങ്കിൽ സിയിലാണ് തെറ്റ്. നിങ്ങൾ ചിന്തിച്ച പ്രകാരം മൈ ടീച്ചർ എന്നാക്കുകയാണെങ്കിൽ ബിയിലാണ് തെറ്റ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് രണ്ടുത്തരം വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്താ ഇതിൽ കാര്യം ഇത്രയേ ഉള്ളൂ. മൈ ഫാദർ ആൻഡ് ടീച്ചർ ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വെർബിനെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. മൈ ഫാദർ ആൻഡ് ടീച്ചർ ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി ക്ലിയർ ദാറ്റ് അവിടെ ഒരാളേ ഉള്ളൂ. എന്റെ അച്ഛനും എന്റെ ടീച്ചറും ഒരാളാണ് എന്ന് ആ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങോട്ടേക്ക് നമ്മളുടെ അടുത്ത് എക്സാമിനർ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് അല്ല എന്റെ അച്ഛൻ വേറെ എന്റെ ടീച്ചർ വേറെയാണ് എന്നുള്ള അർത്ഥത്തിലേക്കല്ലേ ഇപ്പൊ അതിനെ കൊണ്ടുപോകുന്നവിടെ മൈ ആഡ് ചെയ്യുമ്പോൾ മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻറ്റയർ സബ്ജക്റ്റേ മാറ്റി. ആകെ അവിടെ അച്ഛനെ റിട്ടയർ ആവുന്നുള്ളൂ. പിന്നെ ഇവിടെ ഏത് ടീച്ചർ റിട്ടയർ ആവുന്ന കാര്യത്തിനെ പറ്റിയാണ് നിങ്ങൾ പറയണേ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും സബ്ജക്റ്റിൽ തൊടാൻ നിൽക്കരുത്, വെർബിനെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ തെറ്റെവിടെയാണ്? ആർ ഗോയിങ് അല്ല, ഈസ് ഗോയിങ് ടു റിട്ടയർ ആണ്. ക്ലിയർ ആയല്ലോ? ആൻഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിന് മുമ്പ് മാത്രമേ ഒരു ഡിറ്റർമിനർ ഉള്ളെങ്കിൽ അവിടെ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ ആ പഠിച്ച റൂളിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇത്. എന്താണ്? ഡിറ്റർമിനർ ഈസ് യൂസ്ഡ് ബിഫോർ ബോത്ത് ദ നൗൺസ് സെപ്പറേറ്റ്ലി. രണ്ട് നൗൺസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഉദാഹരണം, ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ വേർ പ്രസന്റ് ഇൻ ദ ഫംഗ്ഷൻ. ശരിയാണോ? പറയൂ, ശരിയാണോ? ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ വേർ പ്രസന്റ് ഇൻ ദ ഫംഗ്ഷൻ ഇസ് പെർഫെക്റ്റ്ലി റൈറ്റ്. വൈ? ബിക്കോസ് ദ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അത് പൃഥ്വിരാജ്, ദ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അത് മോഹൻലാൽ. രണ്ടും രണ്ടാൾക്കാരായി കേട്ടോ. അപ്പൊ വേർ പ്രസന്റ് ഇൻ ദ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് ആൻസർ. അതിൽ തെറ്റൊന്നുമില്ല. അടുത്തത് എന്താ? എ പോയറ്റ് ആൻഡ് എ പൊളിറ്റീഷ്യൻ ഹാസ് കം ടു മീറ്റ് മൈ അങ്കിൾ. എ പോയറ്റ് ആൻഡ് എ പൊളിറ്റീഷ്യൻ ഹാസ് കം ടു മീറ്റ് മൈ അങ്കിൾ. ശരിയാണോ? അല്ല, തെറ്റാണ്. എന്തുകൊണ്ടാ? അവിടെ വരേണ്ടത് ഹാവ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ആർ റിട്ടയറിംഗ്. മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ആർ റിട്ടയറിംഗ് ഫ്രം സർവീസ് ദിസ് മന്ത്. ശരിയാണോ? ആലോചിച്ച് പറ. ശരിയാണ്. മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ആർ റിട്ടയറിംഗ് ഫ്രം സർവീസ് ദിസ് മന്ത്. വെരി ഗുഡ്. ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ? ശരി. അടുത്തത് നോട്ട്. എന്താ നോട്ട്? ദർ ആർ സർട്ടൻ നൗൺസ് ഫോർ വിച്ച് ദിസ് റൂൾ കനോട്ട് ബി അപ്ലൈഡ്. അപ്പൊ ചില നൗൺസ് ഉണ്ട്, ഈ പറഞ്ഞ കോമ്പിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചില നൗൺസ് അങ്ങനെയുണ്ട്. ഏതാ ഉദാഹരണം? മൈ അങ്കിൾ ആൻഡ് ആന്റി ഇസ് ഗെറ്റിംഗ് ഡിവോഴ്സ്ഡ്. മൈ അങ്കിൾ ആൻഡ് ആന്റി ഇസ് ഗെറ്റിംഗ് ഡിവോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ റൂള്, ഈ എക്സെപ്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും. കാരണം മൈ അങ്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ അങ്കിളിന്റെ കൂടെ മാത്രമേ മൈ ചേർത്തിട്ടുള്ളൂ, അതായത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് പറഞ്ഞിട്ടുള്ളൂ, ആന്റീന്റെ കൂടെ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്റെ അങ്കിളും ആന്റിയും ഒരാളാണെന്നാണോ? അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ആകാൻ പറ്റില്ല. ആയതുകൊണ്ട് മൈ അങ്കിൾ ആൻഡ് ആന്റി ഇസ് ഗെറ്റിംഗ് ഡിവേഴ്സ്ഡ് എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താ? കാരണം അവിടെ നമ്മൾ ഈസ് അല്ല, അവിടെ ഈസിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർ ഉപയോഗിക്കണം. എക്സെപ്ഷൻ ആണ്.
exception ആണ്. English is a language of exceptions. You'll have to learn all these exceptions. Okay, my uncle and auntie are getting divorced. അപ്പൊ ഈ പെർട്ടിക്കുലർ കേസിൽ മാത്രം ആ റൂൾ നിങ്ങൾ ഓർക്കണം. അതുപോലെ എന്താ, അതുപോലെ ഹിസ് ഫാദർ ആൻഡ് മദർ ഹാസ് അഗ്രീഡ് ഫോർ അവർ മാരേജ്. അപ്പൊ ഒരു പെൺകുട്ടി പറയാണ് അവന്റെ അച്ഛനും അമ്മയും ഹാസ് അഗ്രീഡ് ഫോർ അവർ മാരേജ്. ശരിയാണോ? മലയാളത്തിൽ പറയുമ്പോൾ ശരിയാണ്, പക്ഷെ ഇംഗ്ലീഷ് നോക്കിക്കേ. ഹിസ് ഫാദർ ആൻഡ് മദർ അപ്പൊ ഫാദറിന്റെ കൂടെ ഹിസ് ഉണ്ട്, മദറിന്റെ കൂടെ ഹിസ് ഇല്ല. അതിന്റെ അർത്ഥം രണ്ടും ഒന്നാകാൻ പറ്റുമോ? ഇല്ല. ഇനി അവിടെ ഹിസ് ചേർക്കണം നിർബന്ധമുണ്ടോ? ഹിസ് ചേർത്തിട്ടില്ലെങ്കിലും അതിന്റെ അർത്ഥം എന്ത് തന്നെയാ? ഫാദറും മദറും ഒരു വ്യക്തിയുടെ ഫാദറും മദറും രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ്, ആയതുകൊണ്ട് രണ്ട് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അവിടെ വെർബ് എന്തായിരിക്കും? രണ്ടാൾക്കാരുണ്ട് അവിടെ. അച്ഛനും അമ്മയും സമ്മതിച്ചു, എന്നല്ലേ പറയുന്നേ? സമ്മതിച്ചു. അപ്പൊ അവിടെ ഹാസ് അല്ല വരേണ്ടത്, ഹാസ് ഇട്ടാതെ തെറ്റാണ്. അവിടെ എന്താ വരേണ്ടത്? അവിടെ ഹാവ് ആണ് വരേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത വേറെ എക്സാമ്പിൾ നോക്കാം. മൈ ഹാർഡ് വർക്ക്, എന്റെ കഠിനാധ്വാനം, പെർസെവറൻസ് and patience has not been rewarded yet. My hard work, perseverance and patience. അപ്പൊ ഹാർഡ് വർക്കും പെർസെവറൻസും പേഷ്യൻസും ഒരാളുടെ മൂന്ന് ക്വാളിറ്റീസ് ആണ്, മൂന്ന് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഹാർഡ് വർക്കിന്റെ മുമ്പ് മാത്രമേ മൈ ചേർത്തിട്ടുള്ളൂ എന്നതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും നിങ്ങളുടെ ക്വാളിറ്റി അല്ല എന്നാണോ? അല്ല. പക്ഷെ ഇവിടെ ഇത് മൂന്ന് കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? അവിടെ നിങ്ങൾ ഹാസ് ചേർത്താ പോരാ. നിങ്ങൾ എന്ത് ചേർക്കണം? അവിടെ ഹാവ് ചേർക്കണം. മൈ ഹാർഡ് വർക്ക്, perseverance and patience have not been rewarded yet. His father and mother have agreed for our marriage. My uncle and auntie are getting divorced. മനസ്സിലായോ? ഈ മൂന്ന് എക്സാമ്പിൾസ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത റൂള്, ഇഫ് ടു നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ കണക്റ്റഡ് ബൈ വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ലൈക്ക്, അൺലൈക്ക്, അക്കമ്പനീഡ് ബൈ, ലെഡ് ബൈ, ഹെഡഡ് ബൈ, ഗൈഡഡ് ബൈ, കൺട്രോൾഡ് ബൈ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇത് മുഴുവൻ ബൈ ഹാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വെർബ് അഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് നൗൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആസ് വെൽ ആസ് ഏതൊക്കെയാണ്? ഇതിൽ വരുന്ന എല്ലാ സാധനങ്ങളും ബൈ ഹാർട്ട് ചെയ്യണം. വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ലൈക്ക്, അൺലൈക്ക്, അക്കമ്പനീഡ് ബൈ, ലെഡ് ബൈ, ഹെഡഡ് ബൈ, guided by, controlled by, rather than, governed by, and not. Then the verb agrees with the noun or the pronoun. എക്സാമ്പിൾ നോക്കിക്കേ. ഹി ആദ്യത്തെ നൗൺ അല്ലെങ്കിൽ പ്രൊനൗണോ ആയിട്ട് വെർബ് എഗ്രി ചെയ്യും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും നിങ്ങളുടെ സെന്റൻസിൽ വരികയാണെങ്കിൽ, ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, എന്താണ്? ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് were present for the late night party. എന്താണ്? ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് were present for the ലേറ്റ് നൈറ്റ് പാർട്ടി. അപ്പൊ അവിടെ തെറ്റെന്താ? ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ എന്തിനാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഹി നെയിം ഹിസ് ഫ്രണ്ട്സിനെയാണ് ആസ് വെൽ ആസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെർബ് എന്തുമായിട്ട് എഗ്രി ചെയ്യുന്ന പറയുന്നത്? ഫസ്റ്റ് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിട്ട് എഗ്രി ചെയ്യും. അപ്പൊ ഹീയുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടതെങ്കിൽ വെർബ് എന്തായിരിക്കണം? വേർ എന്നുള്ളത് തെറ്റായിരിക്കും. ഹി ആണ് അവിടെ. അപ്പൊ വാസ് ആയിരിക്കും. ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് വാസ് പ്രസന്റ് ഫോർ ദ ലേറ്റ് നൈറ്റ് പാർട്ടിയാണ് ശരി ഉത്തരം. അപ്പൊ അടുത്ത് നോക്കിക്കേ, ഐ ടുഗദർ വിത്ത്. അപ്പൊ ഇത് ഓർത്ത് വെക്കണമെങ്കിൽ ആ വാക്കുകളെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഐ ടുഗദർ വിത്ത് മൈ ഫ്രണ്ട്സ് വേർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ വേർ ആണ് ഇവിടെ, കണ്ടോ? അപ്പൊ ആമിസ് ആർ വാസ് വർ ഡു ഡസ് ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ മെയിൻ വെർബ്. ഇതുമായി ബന്ധപ്പെട്ട് മാത്രമേ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് ചോദ്യം വരുള്ളൂ. അത് തന്നെ സ്പോട്ടിംഗ് ദ എറർ. നിങ്ങൾ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതിനുശേഷമേ നമ്മുടെ ടെൻസും പ്രൊനൗണും എല്ലാം വരുള്ളൂ കേട്ടോ. ഐ ടുഗദർ വിത്ത് മൈ ഫ്രണ്ട്സ് വേർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പോ ടുഗദർ വിത്ത് എന്ന് പറയുന്ന വാക്ക് വരുമ്പോ എന്തുമായിട്ടാ വെർബ് എഗ്രി ചെയ്യേണ്ട? ആദ്യത്തെ സബ്ജക്ട്, അതായത് ഐ വന്നാൽ ഇത് തെറ്റാണ്. ഐ ടുഗദർ വിത്ത് മൈ ഫ്രണ്ട്സ് വാസ് പ്ലേയിങ് ഫുട്ബോൾ. ക്ലിയർ ആയോ? കേരള എലോങ് വിത്ത്. അപ്പൊ എലോങ് വിത്ത് ആണ് ആ വാക്ക്. കണ്ടോ, ഇതൊക്കെ കീ വേർഡ്സ് ആണ്. കീ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. കേരള എലോങ് വിത്ത് സം അതർ സ്റ്റേറ്റ്സ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ സം അതർ സ്റ്റേറ്റ്സ് കണ്ട് അതിന്റെ കൂടെ ഹാവ് വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന്. സം അതർ സ്റ്റേറ്റ്സ് കഴിഞ്ഞ ഹാവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന്. പക്ഷെ അതെന്താണ്? അത് തെറ്റാണ്. കാരണം എന്താ? എലോങ് വിത്ത് അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് ഒരു കണക്ഷൻ ആയിട്ട്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. കേരള ആണെങ്കിൽ ഒരിക്കലും വെർബ് ഹാവ് ആവാൻ പറ്റില്ല. എന്താകുകയുള്ളൂ? ഹാസ് ആവുകയുള്ളൂ. അടുത്ത് നോക്കിക്കേ, ഐ എലോങ് വിത്ത് മൈ പാരന്റ്സ്. എന്താണ്? എലോങ് വിത്ത് ആണ് കീവേഡ്. ഐ എലോങ് വിത്ത് മൈ പാരന്റ്സ് is
ഷിഫ്റ്റിംഗ് ടു ഡൽഹി. കാരണം എന്താ, ഐ ആണ് സബ്ജക്ട് എലോങ് വിത്തിന്റെ മുമ്പുള്ളത്, അതാണ് ആദ്യത്തെ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ കേട്ടോ. എ ലയൺ ഇൻ അഡീഷൻ ടു എലിഫന്റ്സ് വേർ ബോട്ട്. പ്രശ്നം കണ്ടോ, എലിഫന്റ്സ് കഴിഞ്ഞ പാടെ വേർ വരുമ്പം നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് എന്ത് വരില്ല, അവിടെ മിസ്റ്റേക്ക് കാണാൻ പറ്റില്ല. പക്ഷെ കീവേഡ് അറിയുന്ന ഒരാൾക്ക് എളുപ്പമാണ്. സോ കീവേഡ്സ് ആർ ടു ബി ബൈ ഹാർട്ടഡ്. ഇംഗ്ലീഷ് നമ്മൾ വെറുതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. റൂൾസ് ആർ റൂൾസ് ആൻഡ് ദേ ആർ ടു ബി ബൈ ഹാർട്ടഡ് since we have very less amount of time. A lion in addition to elephants were brought to the zoo. So what is the subject here? A lion is the subject. If a lion is the subject, the verb has to be what? The verb has to be singular, and if it has to be a singular, it cannot be were, it has to be what? എന്തായിരിക്കണം അത്? were ആകാൻ പാടില്ല, was ആയിരിക്കണം. A lion in addition to elephants was brought to the സോ ഐ ആൻഡ് നോട്ട് മൈ പാരന്റ്സ്. ഐ ആൻഡ് നോട്ട്, ഇവിടെ ആൻഡ് നോട്ടിനെ പറ്റി പറഞ്ഞിട്ടല്ലോ, കണ്ട ആൻഡ് നോട്ട്, ഇത് ആൻഡ് നോട്ട് അല്ല, ആൻഡ് നോട്ട് ആണ്. ഐ ആൻഡ് നോട്ട് മൈ പാരന്റ്സ് ആർ ടു ബി ബ്ലെയിംഡ്. അപ്പൊ ആൻഡ് നോട്ട് കണ്ടോ, ഇത് വരെ ഒരു കീവേഡ് ആണ്. ആൻഡ് നോട്ട്, ആൻഡ് നോട്ട് വന്നാൽ എന്താ നോക്കേണ്ടത്, ആദ്യത്തെ സബ്ജക്ട് ഏതാ, ഐ വന്നാൽ ഐന്റെ കൂടെ എന്തേ പോളൂ, വാസ് ടു ബി ബ്ലെയിംഡ് എന്ന് പറയാൻ സാധ്യതയില്ല. എന്തായിരിക്കും, ഇത് തെറ്റാണ്. ആറ് വന്നു കഴിഞ്ഞാൽ ആറ് തെറ്റാണ്. കറക്റ്റ് ആയിട്ട് എന്തായിരിക്കും, ആം ടു ബി ബ്ലെയിംഡ്, ആം ടു ബി ബ്ലെയിംഡ്. സെന്റൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഐ ആൻഡ് നോട്ട് മൈ പാരന്റ്സ് ആം ടു ബി ബ്ലെയിംഡ്. ക്ലിയർ ആയല്ലോ. യു ആൻഡ് നോട്ട് യുവർ ഫാദർ ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഫെയിലിയർ. ശരിയാണോ തെറ്റാണോ? യു ആൻഡ് നോട്ട് യുവർ ഫാദർ ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഫെയിലിയർ. ശരിയാണോ തെറ്റാണോ പറ, ഞാൻ ടിക്കിടണോ തെറ്റിടണോ? എന്താണ്, ഇത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാ, ആൻഡ് നോട്ട് എന്ന് പറയുമ്പോ ആദ്യത്തെ സബ്ജക്ട് ഏതാ, യുവിന്റെ കൂടെ എന്തേ പോളൂ, യു ഈസ് എന്ന് പറയാ, യു ആർ, യു വേർ, യു ഹാവ് അല്ലേ നമ്മൾ പറയാ. ശരി, ക്ലിയർ ആയല്ലോ, റൂള് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ പറഞ്ഞ എല്ലാ എങ്ങനെയാണ് പഠിക്കുക, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ലൈക്ക്, അൺലൈക്ക്, അക്കമ്പനീഡ് ബൈ ഹാർട്ട് ചെയ്യണം നിർബന്ധമായിട്ടും കേട്ടോ. അടുത്ത റൂള്, when two or more adjectives, എന്താണ്, adjectives are used before a singular noun. അപ്പൊ adjective എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. Two or more adjectives are used before a singular noun to qualify that noun, then the verb depends on the way the determiner has been used. അപ്പോ രണ്ടിൽ കൂടുതലോ adjectives നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഒരു പെർട്ടിക്കുലർ രണ്ട് നൗണുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മുമ്പ് ഉപയോഗിക്കും. ഒരു ദാ വെച്ച് കയറുന്ന കേസ് പറഞ്ഞില്ലേ, ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ ഏകദേശമുള്ള ഒരു റൂളാണിത്. അതുപോലെ തന്നെയുള്ള റൂളായത്, വ്യത്യാസം ഒന്നുമില്ല, എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കിക്കോ, ആദ്യത്തെ അഡ്ജക്റ്റീവിന്റെ മുമ്പ് മാത്രമേ ഡിറ്റർമിനർ ഉള്ളുവെങ്കിൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് വാസ് സീൻ ഓൺ ദ കോറിഡോർ. എന്താണ്, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്നത് വിശേഷണമാണ്, കറുത്ത പൂച്ച. വൈറ്റ് എന്ന് പറയുന്നത് വിശേഷണമാണ്, വെളുത്ത പൂച്ച. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ പ്രൊഡ്യൂസറിന് മുമ്പ് ദാ ഉണ്ട്, ഡയറക്ടറിന് മുമ്പ് ദാ ഇല്ല, അതുകൊണ്ട് രണ്ടും ഒരാളെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്നിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ വെർബ് എന്തായിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. A white and red shirt were bought on discount. എന്താണ്, a white and red shirt. ആ white എന്ന് പറഞ്ഞ വിശേഷണമാണ്, and red shirt. അപ്പൊ വൈറ്റിന് മുമ്പ് എ ഉണ്ട്, റെഡിന് മുമ്പ് എ ഇല്ല, വിച്ച് മീൻസ് എ വൈറ്റ് ആൻഡ് റെഡ് ഷർട്ട് ആണ്. അതായത് ചുമപ്പും വെള്ളയും കൂടി ഉള്ള ഒരു ഷർട്ട് ആണ്. ഈ പറഞ്ഞ എന്തായിരുന്നു, ഒരു കറുപ്പും വെളുപ്പും ഉള്ള ഒരു പൂച്ച, അല്ലാണ്ട് ഒരു കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയല്ല. അതുപോലെ ഇവിടെ വെള്ളയും ചുമപ്പും കൂടി ചേർന്ന ഒരു ഷർട്ടാണ് മേടിച്ചത്. അപ്പൊ ഒരു ഷർട്ടേ മേടിച്ചിട്ടുള്ളൂ, വെള്ളയും ചുമപ്പും കൂടി ചേർന്ന്. അപ്പൊ അവിടെ എന്ത് വരാൻ പറ്റില്ല, വേറല്ല വരേണ്ടത്, രണ്ടും ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ എന്താ വരേണ്ടത്, വാസ് ബോട്ട് ഓൺ ഡിസ്കൗണ്ട് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത റൂൾ എന്താ, സെയിം, ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ത്, ആർട്ടിക്കിൾ യൂസ്ഡ് സെപ്പറേറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ബോത്ത് ദ അഡ്ജക്റ്റീവ്സ്. രണ്ട് അഡ്ജക്റ്റീവ്സിന്റെ മുമ്പിൽ സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെർബ് എന്തായിരിക്കണം, രണ്ടും എന്തായി മാറും, ദ പ്രൊഡ്യൂസർ ആൻഡ് ദ ഡയറക്ടർ എന്ന് പറഞ്ഞതുപോലെ രണ്ടും രണ്ടാൾക്കാരായില്ലേ. ശരി, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും, വെർബ് പ്ലൂറൽ ആയിരിക്കണം. a black and a white cat was seen on the corridor. was, അപ്പൊ നോക്ക്, a black and a white എന്ന് പറയുമ്പോ
എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കാറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പൂച്ചകളായില്ലേ, ഒരു കറുത്ത പൂച്ചയും ഒരു വെളുത്ത പൂച്ചയും. കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഉണ്ടെങ്കിൽ അവിടെ രണ്ട് പൂച്ചയുണ്ട്. രണ്ട് പൂച്ച ഉണ്ടെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആകാൻ പറ്റുമോ? പറ്റില്ല. വെർബ് എന്തായിരിക്കണം? അപ്പൊ വേർ സീൻ ആണ് വരേണ്ടത്. മനസ്സിലാവുണ്ടോ? ആ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കാറ്റ് മനസ്സിലാവുണ്ടോ? ശരി. റെഡ് ആൻഡ് എ വൈറ്റ് ഷർട്ട് വാസ് ബോട്ട്. ശരിയാണോ തെറ്റാണോ? റെഡ് ആൻഡ് എ വൈറ്റ് എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് എ വൈറ്റ് ഷർട്ട്, ഒരു ചുവന്ന ഷർട്ടും ഒരു വെള്ള ഷർട്ടും. വാസ് ഒരിക്കലും വരാൻ പറ്റില്ല. അവിടെ എന്തായിരിക്കണം? അത് വേറായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി പഠിക്കുക, എളുപ്പമാണ് കേട്ടോ. അടുത്ത റൂള്, അഞ്ചാമത്തെ റൂള്, ഇഫ് ടു സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. എങ്ങനെ പോയാലും ഇപ്രാവശ്യത്തെ ടയർ 1 ഇതൊന്നും ഇല്ലാത്ത പരീക്ഷ ഇല്ല ഇംഗ്ലീഷിൽ. നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നെയ്തർ നോർ രണ്ട് പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് തന്നെ ഉദ്ദേശിക്കണം കേട്ടോ. ഈതർ ഓർ, നൺ ബട്ട്. ഏതൊക്കെയാണ് ഓർത്തോ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നെയ്തർ നോർ, ഈതർ ഓർ, നൺ ബട്ട്. പറഞ്ഞേ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നീതർ ഓർ, ഈതർ ഓർ, നൺ ബട്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നീതർ ഓർ, ഈതർ ഓർ, നൺ ബട്ട്. ഇതാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്നതെങ്കിൽ വെർബ് എന്തുമായിട്ട് എഗ്രി ചെയ്യും? വെർബ് എഗ്രീസ് വിത്ത് ദ സബ്ജക്ട് നിയറസ്റ്റ് ടു ഇറ്റ്. അപ്പൊ നിങ്ങളുടെ വെർബ് എവിടെയാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ വെർബിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റിന്റെ നമ്പർ എന്താണോ, അതായത് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? വെർബിനെ എഗ്രി ചെയ്യിപ്പിക്കാൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഏതൊക്കെയാണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നീതർ നോർ, ഈതർ ഓർ, നൺ ബട്ട്. എക്സാമ്പിൾ നോക്കാം. നോട്ട് ഓൺലി ദ ബോയ് ബട്ട് ഓൾസോ ദ ഗേൾ were eligible for the exam. Not only the boy. അപ്പൊ not only but also കണ്ട, ആദ്യം നോക്കേണ്ടത് സെന്റൻസിൽ നോട്ട് ഓൺലി വന്നാൽ അവിടെ ബട്ട് ഓൾസോ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് കേട്ടോ. നോട്ട് ഓൺലി എവിടെ കണ്ടോ ആ സെന്റൻസിൽ ബട്ട് ഓൾസോ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട, നേരെ വെർബിലേക്ക് വാ. വെർബ് ഇവിടെ എന്താ? വേർ ആണ്. പക്ഷെ വേർ എന്ന് പറയുന്ന വെർബിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്ട് ഏതാ? ഗേൾ ആണ്. കണ്ടോ? വേർ എന്ന് പറയുന്ന വെർബിനോട് ചേർന്ന് കിടക്കുന്ന നൗണ് അല്ലെങ്കിൽ സബ്ജക്ട് ഗേൾ ആണ്. അപ്പൊ നമ്മളുടെ റൂൾ ഇതാണ്, വേർ അല്ലെങ്കിൽ ഈ വെർബ് എന്തുമായിട്ട് എഗ്രി ചെയ്യുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ട്. ഗേൾ സിംഗുലർ ആണ്. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്. എന്തായാലും വാസ് എലിജിബിൾ ഫോർ ദ എക്സാം ആണ്. മനസ്സിലായോ? അതാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അടുത്തത് ഈതർ ഓർ. ഈതർ എവിടെ കണ്ടോ അവിടെ ഓർ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. ഈതർ കണ്ടാൽ അവിടെ എന്താണ്? അവിടെ ഈതർ ഓർ എന്ന് പറയുന്ന സെന്റൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഈതർ യു ഓർ ഐ വാസ്. ഈതർ യു ഓർ ഐ വാസ് ടു ബി സെലക്ടഡ് ഫോർ ദ മാച്ച്. ഈതർ യു ഓർ ഐ വാസ്. ഏതാ അവിടുത്തെ വെർബ്? വാസ് ആണ്. ഈതർ ഓർ ഉണ്ട്, വാസ് ആണ്. ഈ വാസിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്ട് ഏതാ? ഐ ആണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ഐന്റെ കൂടെ എന്ത് തന്നെയാ പോവാ? വാസ് തന്നെയാണ് പോവാ. ഈതർ യു ഓർ ഐ were to be selected അല്ല, was to be selected is a correct usage. മനസ്സിലായോ? വാസാണ്. ശരി. അടുത്ത നൺ ബട്ട് മൈ ഫ്രണ്ട്സ് വാസ് പ്ലാനിങ്. അപ്പൊ ഇവിടുത്തെ നൺ ബട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് വെർബ് എവിടെ? വെർബ് വാസ് ആണ് വെർബെങ്കിൽ വെർബിനോട് ചേർന്ന് കിടക്കുന്ന നൗൺ ഏതാ? സബ്ജക്ട് ഏതാ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ഫ്രണ്ട്സ് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ വാസാവാൻ പറ്റുമോ? ഫ്രണ്ട്സ് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ വാസാകാൻ പറ്റില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ ശരി എന്തായിരിക്കും? ഇവിടെ വേറാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണേ? ഈതർ ഓർ എവിടെയാണോ വെർബ്, ആ വെർബിനോട് ചേർന്ന് കിടക്കുന്നത് സബ്ജക്റ്റിന്റെ നമ്പർ നോക്കുക. സിംഗുലർ ആണെങ്കിൽ വീണ്ടും ആ വെർബിലേക്ക് തന്നെ നോക്കുക, വെർബ് സിംഗുലർ ആണോ. തന്നിരിക്കുന്ന നൗണ് പ്ലൂറൽ ആണെങ്കിൽ വെർബിലേക്ക് വീണ്ടും നോക്കുക, വെർബ് പ്ലൂറൽ ആണോ. അപ്പൊ ഞാനിവിടെ വാസ് കണ്ടപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റിലേക്ക് വന്നു, അത് പ്ലൂറൽ ആണ്. തിരിച്ച് വീണ്ടും വാസിലേക്ക് വന്നു, അവിടെ വാസ് വരാൻ പാടില്ലായിരുന്നു, വേറായിരുന്നു വരുന്നത്, അതുകൊണ്ട് തെറ്റ് വാസിലാണ്. അടുത്തത് നീദർ മീ നോർ മൈ പാരന്റ്സ് വാസ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പൊ നീദർ വന്നാൽ ആദ്യം നോക്കണം, നീദർ ഉണ്ടോ നോർ ഉണ്ടോ. നീദർ വന്നാൽ നോർ ഉണ്ടോ, അപ്പൊ നീദർ നോർ അവിടെ ഉണ്ട്. അടുത്ത വെർബ് അവിടെ? വെർബ് വാസ് ആണ്. വാസിനോട് ചേർന്ന് കിടക്കുന്ന ഏതാ? പാരന്റ്സ് ആണ്. വാസിനോട് ചേർന്ന് കിടക്കുന്ന പാരന്റ്സ് എന്താ? പാരന്റ്സ് പ്ലൂറൽ ആണ്. പാരന്റ്സ് പ്ലൂറൽ ആണെങ്കിൽ വീണ്ടും തിരിച്ചെന്തിലോട്ട് വരണം? വെർബിലേക്ക്. പാരന്റ്സ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? വെർബ് എന്തായിരുന്നിരിക്കണം? വാസായ മതിയോ? പോരാ, എന്താകണമായിരുന്നു? neither me nor my parents were interested in the marriage proposal. Okay, clear? Next one, neither the son nor his mother are capable of saving this party. neither the son nor his mother are capable. അപ്പൊ നോക്ക്, neither വന്നു,
നോർ വന്നു. ശരി, അടുത്തത് സബ്ജക്ട് എന്താ നോക്കണത്? ആദ്യം വെർബിലോട്ട് വാ. വെർബ് എന്താ? ആറാണ്. വെർബ് ആറാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ചേർന്ന് കിടക്കുന്നത് ഏതാ? ഹിസ് മദർ. മദർ എന്താ? സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഈസ് അല്ലേ വേണ്ടത്? ആറാകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആറ് എന്നുള്ളത് തെറ്റാണ്. അവിടെ എന്താണ്? നീദർ ദ സൺ നോർ ഹിസ് മദർ ഈസ് കേപ്പബിൾ ഓഫ് സേവിങ് ദിസ് പാർട്ടി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത റൂള്, ഇഫ് ടു സിംഗുലർ കൗണ്ടബിൾ നൗൺസ്, എണ്ണാൻ പറ്റുന്ന സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ആർ കണക്റ്റഡ് ബൈ ആൻഡ് ഇഫ് ഈച്ച് ഓർ എവറി ഇസ് യൂസ്ഡ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ബിഫോർ ദ നൗൺ ദെൻ ദ വെർബ് മസ്റ്റ് ബി സിംഗുലർ. അതായത് രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗൺ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബോയ് ആൻഡ് ഗേൾ, രാജു ആൻഡ് രാധ എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗൺ, എണ്ണാൻ പറ്റുന്ന രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗണിനെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ നൗണിന് മുമ്പ് ഈച്ചോ അല്ലെങ്കിൽ എവറിനെയോ ഉപയോഗിച്ചിട്ടുണ്ട്. ഈച്ച് അല്ലെങ്കിൽ എവറി, ഈച്ച് ആൻഡ് എവറി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ഈച്ചിനെ എവറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കണം. അതായത് ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഹാവ് ടു ഡു ദ അസൈൻമെന്റ്. ഈച്ച് നിങ്ങൾ എവിടെ കണ്ടാലും, ഈച്ച് ആൻഡ് എവറി എവിടെ കണ്ടാലും അതിന്റെ കൂടെയുള്ള വെർബ് സിംഗുലർ ആയിരിക്കണം. 99.99999% കേട്ടോ. ഇവിടെ ഹാവ് വരാൻ പാടില്ല. എന്തായിരിക്കണം? അത് ഹാസ് ആയിരിക്കണം. അടുത്ത, ഈച്ച് വില്ലേജ് ആൻഡ് ടൗൺ ഇൻ കേരള ആർ നൗ ഫേസിങ്. നമുക്ക് പെട്ടെന്ന് തെറ്റൊന്നും കാണാൻ പറ്റില്ല. ഈച്ച് വില്ലേജ് ആൻഡ് ടൗൺ ഇൻ കേരള. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, രണ്ടിന്റെയും കൂടെ ഈച്ച് ഇല്ലല്ലോ. രണ്ടിന്റെയും കൂടെ ഈച്ച് വേണം നിർബന്ധമില്ല. ഈ രണ്ടിന്റെ കൂടെ ഈച്ച് ഉണ്ടെങ്കിലും കറക്റ്റ് ആണ്. രണ്ടിന്റെ കൂടെ ഈച്ചിൽ ആദ്യത്തിന്റെ കൂടെ മാത്രമേ ഈച്ച് ഉള്ളെങ്കിലും കറക്റ്റ് ആണ്. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈച്ച് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ഇത് രണ്ടിനും ബാധകമാണ്. ഇവിടുത്തെ കേസിൽ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ രണ്ടിനും കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ഈച്ച് വന്നാൽ വെർബ് എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോ ഈസ് ഫേസിംഗ് ദ ഹാർഡ്ഷിപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? ഈച്ച് ആൻഡ് എവറി എന്നൊക്കെ എവിടെ കണ്ടാലും അതിന്റെ കൂടെ സിംഗുലർ ആയിരിക്കണം. ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അടുത്തത്, ഈച്ച് ഈതർ നീദർ. ഈച്ച് ഈതർ നീദർ. ഇത് ഈതർ ഓർ നീദർ നോറും അല്ല കേട്ടോ. ഈതർ ഓറും നീദർ നോറും കേസ് അല്ല, അതല്ല ഇത്. ഈതർ ഓർ നീദർ നോർ എവിടെയായിരുന്നു? രണ്ട് സാധനങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒരു കൺജങ്ഷൻ പോലെ നമ്മൾ ഈതർ ഓറിനെ നീദർ നോറിന് ഉപയോഗിക്കും കേട്ടോ. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഈച്ചും ഈതറും നീദറും ഇവ മൂന്നും തന്നെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണ്. സബ്ജക്ട്സ് ഓഫ് ദ സെന്റൻസ്. അങ്ങനെ വരുമ്പോൾ വെർബ് എപ്പോഴും എന്തായിരിക്കും? ഈച്ചും എന്താടാ പറയുന്നത്? ഈച്ചും ഈതറും നീദറും. ഈതർ ഓറും നീദർ നോറും അല്ല. ഈച്ചും ഈതറും നീദറും സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കണം. ഉദാഹരണം നോക്കിക്കോ. നീദർ സീം ടു മീറ്റ് ദ പർപ്പസ് ഓഫ് ദ മീറ്റിംഗ്. നീദർ ഒന്നും തന്നെ മീറ്റിംഗിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞ അർത്ഥം. അപ്പൊ നീദർ എന്ന് പറയുമ്പോൾ നോക്ക്, നീദർ അല്ലേ ഇപ്പോഴത്തെ സബ്ജക്ട്. അതിന്റെ കൂടെ ഉണ്ടാവുന്ന വെർബ് ഇവിടെ ഹെൽപ്പിംഗ് വെർബ് അല്ല. ഇവിടെ എന്താ? മെയിൻ വെർബ്. എന്തായിരിക്കണം എന്നാ പറയുന്നത്? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഈ സെന്റൻസ് തെറ്റല്ലേ? സീം എന്ന് പറഞ്ഞാൽ എന്താ? സീം എന്ന് പറഞ്ഞാൽ വെർബിന്റെ സെയിം ബേസിക് ഫോം ആണ്. അതെപ്പോഴാ സിംഗുലർ ആവുക? സീംസ് എന്നാവുമ്പോഴേ അത് സിംഗുലർ ആവുള്ളൂ അല്ലെ. ഈച്ച് ഓഫ് ദം കണ്ടോ? ഈച്ച് ആണ് അപ്പോൾ സബ്ജക്ട്. ഈച്ച് ഓഫ് ദം വാണ്ട്സ് ടു വർക്ക് വിത്ത് ദ ഗവൺമെന്റ്. ഈച്ച് ഓഫ് ദം കഴിഞ്ഞിട്ട് എന്താ? വാണ്ട്സ് ആണ്. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ? വാണ്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ? സിംഗുലർ ആണ്. അതുകൊണ്ട് അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഈതർ ഓഫ് ദ മെൻ were to be sent to the jail. Either of the men were to be. അപ്പൊ either ആണ് the subject. Either ആണ് സെന്റൻസിന്റെ സബ്ജക്ട്. Either of the men were to be sent to the jail എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. കാരണം എന്താ? either വന്നു കഴിഞ്ഞാൽ, either ഒരു സെന്റൻസിന്റെ സബ്ജക്ട് ആയിട്ട് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ was to be sent to the jail ആണ് കറക്റ്റ്. Either of the men was to be sent to the jail. മനസ്സിലായോ? ശരി, അതിനൊരു നോട്ട് കൂടി ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. ഈച്ച് എന്ന് പറയുന്ന വാക്ക് സബ്ജക്റ്റ് ആയിട്ട് വരണം. സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട്. പക്ഷെ ഓൾറെഡി ആ സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ ആ സെന്റൻസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ പാടെ നമ്മളെ ഈച്ചിന് ഉപയോഗിച്ചിരിക്കുകയാണ്. മനസ്സിലാവണം പറയണേ. ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ സെന്റൻസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ പാടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നോക്ക്, വി ഈച്ച് എന്ന് പറയുമ്പോൾ വി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. We each has the same difficulty in quant. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ഈച്ച് അല്ല. എന്താണ്? വി ആണ്. ആ വി കഴിഞ്ഞ പാടെ എന്ത് വന്നിരിക്കുകയാണ്? ഈച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെർബ് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? വെർബ് എഗ്രീസ് വിത്ത് ദാറ്റ് സബ്ജക്ട്. ഏത് സബ്ജക്ട്?
ആദ്യം പറഞ്ഞ ആ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെർബ് എന്തായിരിക്കണം? വി അല്ലേ ഇവിടുത്തെ സബ്ജക്ട്, വി അല്ലേ ഇവിടെ സബ്ജക്ട്, വെർബ് എന്തായിരിക്കണം? വിന്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണ്ടേ? അപ്പൊ ഈ സെന്റൻസ് തെറ്റല്ലേ? ഇവിടെ എന്താ വരിക? ഇവിടെ ഹാവ് ആണ് വരിക കേട്ടോ, ഹാവ് ആണ് വരിക. എവിടെ ഞാൻ പറഞ്ഞത് സെന്റൻസിന്റെ സബ്ജക്ട് കഴിഞ്ഞ പാടെ ഈച്ച് വരികയാണ്. അപ്പൊ അവിടെ ഈച്ചിന് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. ആദ്യത്തെ സബ്ജക്ട് എന്താണോ അതിനനുസരിച്ച് വെർബ് അഗ്രി ചെയ്യും. ഞാൻ പറഞ്ഞത് ഈച്ച് എവിടെ കണ്ടാൽ നിങ്ങൾ സിംഗുലർ അടിക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ ഈച്ച് ഒരു സെന്റൻസിലെ സബ്ജക്ട് ആയിട്ട് വരുന്ന കേസിൽ എവിടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ എക്സാമ്പിൾസിൽ. അടുത്ത മൈ വൈഫ് ആൻഡ് ഐ ഈച്ച്, മൈ വൈഫ് ആൻഡ് ഐ ഈച്ച് ലൈക്സ് ഐസ്ക്രീം, ലൈക്സ് ഐസ്ക്രീം. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് എന്താ? ഇവിടത്തെ സബ്ജക്ട് എന്താ? ഇവിടുത്തെ സബ്ജക്ട് മൈ വൈഫ് ആൻഡ് ഐ ആണ്. മൈ വൈഫ് ആൻഡ് ഐ, മൈ വൈഫ് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആയി. മൈ വൈഫ് ആൻഡ് ഐ എന്ന് പറഞ്ഞത് പ്ലൂറൽ ആയി. പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ കൂടെ എന്തേ വരുള്ളൂ? വെർബ്, വെർബ് സിംഗുലർ ആയി വരുള്ളൂ. അപ്പൊ ലൈക്സ് അല്ല, പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും? വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ലൈക്സ് ഉണ്ടായ പോരാ, എന്തായിരിക്കണം അത്? ലൈക്ക്. മൈ വൈഫ് ആൻഡ് ഐ ലൈക്ക് ഐസ്ക്രീം ആണ്. മൈ വൈഫ് ആൻഡ് ഐ ലൈക്ക് ഐസ്ക്രീം ആണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ദ ഗേൾസ് ഈച്ച് ഹാവ് ഗോൺ അലോങ് വിത്ത് ദർ പാരന്റ്സ്. എന്താണ്? ദ ഗേൾസ് ഈച്ച് ഹാവ്. അപ്പൊ നോക്ക്, ഈച്ച് വന്നു, പക്ഷെ അതിന് മുമ്പുള്ള സെന്റൻസ് എന്താ? ഗേൾസ് ആണ്. അപ്പൊ വെർബ് എന്താ? ഹാവ്. പ്ലൂറൽ അല്ലേ? പ്ലൂറൽ അല്ലേ? എഗ്രി ചെയ്തില്ലേ? ദ സെന്റൻസ് ഈസ് കറക്റ്റ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത റൂള്, ഈച്ച് ഓഫ്, ഈതർ ഓഫ്, നീതർ ഓഫ്, എവ്രി വൺ ഓഫ് ആർ ഫോളോഡ് ബൈ എ പ്ലൂറൽ നൗൺ ഓർ പ്രൊനൗൺ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. വെരി 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 ഇമ്പോർട്ടന്റ്. ഈച്ച് ഓഫ്, ഈതർ ഓഫ്, നീതർ ഓഫ്, എവ്രി വൺ ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അത് എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. എന്താണ്? ഈച്ച് ഓഫ്, ഈതർ ഓഫ്, നീതർ ഓഫ്, എവ്രി വൺ ഓഫ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് വെർബേ വരുള്ളൂ? അല്ല, മീൻ എന്ത് നൗണേ വരുള്ളൂ അല്ലെങ്കിൽ പ്രൊനൗണേ വരുള്ളൂ? പ്ലൂറലേ വരുള്ളൂ. പക്ഷെ വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. വെർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ. ഈച്ച് ഓഫ് ദ മൂവി വാസ് ബോറിംഗ്. ഈച്ച് ഓഫ് ദ മൂവി വാസ് ബോറിംഗ്. അപ്പൊ എവിടെ തെറ്റെന്ന് പറ? ഈച്ച് ഓഫ് ദ കഴിഞ്ഞിട്ട് മൂവി എന്നുണ്ടാകാൻ പാടില്ല. അതെന്തായിരിക്കണം? മൂവീസ് എന്നായിരിക്കണം. അപ്പൊ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് വെർബ് വാസ് കറക്റ്റ് ആണ്, സിംഗുലർ. നീദർ ഓഫ് ദ ഗേൾസ്, നീദർ ഓഫ് ദ ഗേൾസ് കറക്റ്റ് ആണ്. നീദർ ഓഫ് ദ കഴിഞ്ഞിട്ട് ഗേൾസ് കറക്റ്റ് ആണ്. വേർ ബ്യൂട്ടിഫുൾ, നീദർ ഓഫ് ദ ഗേൾസ് വേർ ബ്യൂട്ടിഫുൾ. ശരിയാണോ തെറ്റാണോ? നീദർ ഓഫ് ദ കഴിഞ്ഞിട്ട് വെർബ് എന്തായിരിക്കണം? സബ്ജക്ട് കഴിഞ്ഞിട്ട് ഇവിടെ നീദർ ഓഫ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് നൗണ് ഗേൾസ് കറക്റ്റ് ആണ്, പ്ലൂറൽ വന്നിട്ടുണ്ട്. പക്ഷേ വെർബ് എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ അത് തെറ്റാണ്. ഇവിടെ എന്താ വരിക? ഇവിടെ വാസ് ആണ് വരിക. ക്ലിയർ ആയോ? വാസ് ആണ് വരിക. അടുത്ത ഈദർ ഓഫ് ദ മാൻ വാസ് ദ തീഫ്. ഈദർ ഓഫ് ദ മാൻ കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. കാരണം ഈദർ ഓഫ് ദ മാൻ അല്ല, ഈദർ ഓഫ് ദ മെൻ. അപ്പൊ ഇത് തെറ്റാണ്. ഈദർ ഓഫ് ദ മെൻ വാസ് ദ തീഫ്. വാസിന്റെ പ്രയോഗം അവിടെ തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഇഫ് എവ്രി വൺ ഓഫ് ദം വേർ റെഡി ടു ടേക്ക് ദ എക്സാം. നിങ്ങൾക്ക് അതിൽ ഒരു തെറ്റും കാണാൻ പറ്റില്ല. ഇംഗ്ലീഷിന്റെ ഗ്രാമർ റൂൾസ് കൃത്യമായിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് അതിൽ ഒരു തെറ്റും കാണാൻ പറ്റില്ല. പക്ഷെ തെറ്റെവിടെയാ? ഇഫ് എവ്രി വൺ ഓഫ് ദം കറക്റ്റ് ആണ്. എവ്രി വൺ ഓഫ് കഴിഞ്ഞിട്ട് ദം വരണം. വേർ റെഡി, ഇവിടെയാണ് അതിലെ തെറ്റ്. വേർ റെഡി അല്ല, വാസ് റെഡി ആണ്. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഇഫ് എവ്രി വൺ ഓഫ് ദം വാസ് റെഡി. എവ്രി വൺ ഓഫ് ദം വാസ് റെഡി ടു ടേക്ക് ദ എക്സാം. ക്ലിയർ ആയോ? ഈച്ച് ഓഫ്, ഈദർ ഓഫ്, നീദർ ഓഫ്, എവ്രി വൺ ഓഫ് ഇതിന്റെ കൂടെ ഇതിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ പ്ലൂറൽ ആയിരിക്കും. വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ക്ലിയർ? So that's it. This is the last rule of the day. Rule number 9. If the subject of the sentences, everybody, somebody, nobody, anybody, someone, no one, everyone, anyone, something, nothing, anything, everything. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഒരു പാട്ട് പോലെ പഠിച്ചു വെക്കുക. എങ്ങനെയാ? everybody, somebody, nobody, anybody, someone, no one, anyone, everyone, everything, something, nothing, anything. ഇതിങ്ങനെ തന്നെ പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം. എന്താണ്? എവ്രിബഡി, സംബഡി, നോബഡി, എനിബഡി, സംവൺ, നോ വൺ, എനിവൺ, എവ്രിവൺ, സംതിങ്, നത്തിങ്, എനിത്തിങ്, എവറിത്തിങ്. then the verb is singular. അതായത് എല്ലാ ബോഡി അല്ലെങ്കിൽ വൺ ബഡി എന്ന് പഠിച്ചു വെച്ചാൽ മതി. വൺ ബഡി എന്താ? വൺ വരുന്നത് ഏതാ? എനിവൺ, എവ്രി വൺ, സംവൺ, നോ വൺ. വണ്ണ് വന്നല്ലോ.
വണ്ണ് വന്നല്ലോ, വൺ വന്നല്ലോ, പിന്നെ ബോഡി, വൺ ബോഡി, വൺ ബോഡി തിങ്, വൺ ബോഡി തിങ്, വൺ ബോഡി തിങ്, അങ്ങനെ പഠിച്ചു കേട്ടോ. വൺ ബോഡി തിങ് വന്നാൽ എന്താണ്? വൺ ബോഡി തിങ് വന്നാൽ വെർബ് സിംഗുലർ. എന്താണ്? വൺ ബോഡി തിങ് വന്നാൽ എന്താ വൺ ബോഡി തിങ് എന്ന് വെച്ചാൽ എവറിബഡി, സംബഡി, നോബഡി, എവരിബഡി, എവരിബഡി, സംബഡി, നോബഡി, എനിബഡി, സംവൺ, നോ വൺ, എനിവൺ, എവരിവൺ, സംതിങ്, നത്തിങ്, എനിത്തിങ്, എവറിത്തിങ്. അപ്പൊ എന്താ പറഞ്ഞത്? വൺ ബോഡി തിങ് വന്നാൽ വെർബ് സിംഗുലർ. ഉദാഹരണം നോക്കാം, എക്സാമ്പിൾ നോക്കാം. എവ്രി വൺ, എവ്രി വൺ കണ്ട വണ്ണ് വന്നു. എവ്രി വൺ നോ ദാറ്റ് UPSC എക്സാം ഇസ് ടഫ് ടു ക്രാക്ക്. എവിടെയാ തെറ്റ്? ശരിയാണോ തെറ്റാണോ പറ, ആദ്യം പറ. തെറ്റ്. എവിടെയാ തെറ്റ്? തെറ്റ്. എവ്രി വൺ തെറ്റുണ്ടോ? ഇല്ല. നോ ശരിയാണോ? നോ ശരിയല്ല. എന്താ? എവ്രി വൺ എന്ന് പറഞ്ഞാൽ പിന്നെ വരേണ്ടത് സിംഗുലർ നൗൺ ആണ്, സിംഗുലർ വെർബാണ്, നോസ് ആണ് വരിക. സംബഡി ഫ്രം ദ HR ഡിവിഷൻ ഹാവ് ബീൻ അസൈൻഡ് ദ ഡ്യൂട്ടി. എവിടെ തെറ്റ്? സംബഡി ഫ്രം ദ HR ഡിവിഷൻ ഹാവ് ബീൻ അസൈൻഡ് ദ ഡ്യൂട്ടി. തെറ്റ് പറ, എവിടെയാ? ഹാവ് ബീൻ അല്ല, has been. No one knows when the mains exam will be conducted. No one knows when the mains exam will be conducted. എവിടെയാ തെറ്റ്? എവിടെയാ തെറ്റ്? എവിടെയും തെറ്റുണ്ടോ? എവിടെയും തെറ്റില്ല, എവിടെയും തെറ്റില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. എവറിത്തിങ് വേർ പെർഫെക്റ്റ് ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ദ സെറിമണി. എന്താണ്? എവറിത്തിങ് വേർ പെർഫെക്റ്റ്. എവിടെയാ തെറ്റ്? എവിടെയാ തെറ്റ്? വേർ പെർഫെക്റ്റ് അല്ല, വാസ് പെർഫെക്റ്റ്. വേർ പെർഫെക്റ്റ് അല്ല, വാസ് പെർഫെക്റ്റ്. നത്തിങ് വാസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ദ മിസ്സിംഗ് ഓഫ് ദ ഓൾഡ് മാൻ. നത്തിങ് വാസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ദ മിസ്സിംഗ് ഓഫ് ദ. എവിടെയാ തെറ്റ്? നത്തിങ് വാസ് മെൻഷൻഡ്. ശരിയാണോ? നത്തിങ് കഴിഞ്ഞ വാസ് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ശരിയാണ്. എനിബഡി ഈസ് വെൽക്കം ടു ജോയിൻ ദ പാർട്ടി. ശരിയോ തെറ്റോ? എനിബഡി ആർ വെൽക്കം ടു ജോയിൻ ദ പാർട്ടി ആണോ? എനിബഡി ഈസ് വെൽക്കം ടു ജോയിൻ ദ പാർട്ടി ആണോ? ഈസ് വെൽക്കം ടു ജോയിൻ ദ പാർട്ടി ഈസ് പെർഫെക്റ്റ്. എവറിബഡി ലൈക്സ് ടു ഗോ ഓൺ എ ട്രിപ്പ്. എവറിബഡി ലൈക്സ് ടു ഗോ ഓൺ എ ട്രിപ്പ്. ശരിയാണോ തെറ്റാണോ? ഇറ്റ് ഇസ് പെർഫെക്റ്റ്. എവറിബഡി ലൈക്സ് ടു ഗോ ഓൺ എ ട്രിപ്പ്. അപ്പോ സോ ദാറ്റ് ഈസ് ദ 9 റൂൾസ് ഓഫ് ദ ഡേ. സബ്ജക്ട് വെർബ് അഗ്രിമെന്റിലെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. നല്ല രീതിയിൽ ഇത് പഠിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മെല്ലെയാണ് പറഞ്ഞിട്ടുള്ളത്, ടൈം എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ച് നോട്ട് എഴുതി വെക്കുന്ന ആൾക്കാർ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തരും. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം നാളെ കൃത്യം 11 മണിയാകുമ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവണം. 11 മണിയാകുമ്പോൾ ഐ വിൽ ബി ലൈവ് ഇൻ ദ സെൻസ് ഞാൻ വാട്സപ്പിൽ ഉണ്ടാവും. എല്ലാവരും വരിക. വി ഹാവ് സം ടാസ്ക് ടു ഡു ദെയർ. ഓക്കെ, യെസ്, ബൈ.